الحمد لله الحمد لله الحمد لله الهادي عباده إلى الطريق الأقوم المتفضل عليهم بنعمة الإسلام ودقائق الحكم والناهي لهم عن التنازع في كتابه المحكم والصلاة والسلام على أشرف المبعوث إلى كافة الأمم سيدنا محمد صلى الله عليه وسلم القائل إن أمتي لا تجتمع على الضلال وإذا رأيتم الاختلاف وعليكم بالسواد الأعظم اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتي ويسر لنا الوصول إلى كمال معرفتي سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم سيرحمهم الله في 5 مواضع في آخر الحديث قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم ചൂടുള്ള നാളുണ്ട് കിയാമന്നാള
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാണാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോള. സ്റ്റേജിൽ ഉപസ്ഥരായിരിക്കുന്ന ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സായം സന്ധിയിലെ സംഗമം അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിൻ്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ഗുരുനാഥന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനും സർവേശ്വരനും സർവശക്തനും സർവാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഈ പുണ്യമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മതപ്രഭാഷണ പരമ്പര നടത്തപ്പെടുന്നു. അതിൻ്റെ 3ാമത്തെ ദിവസം, 2ാമത്തെ ദിവസമാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം താമസിച്ചു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നിങ്ങളെക്കാളും നല്ലപോലെ എനിക്കറിയാം. കാരണം ഇവിടെ 8 മണിക്കാണ് സാധാരണ നിങ്ങളുടെ നാട്ടിലൊക്കെ വയത് 10 മണി ആവും, 9 മണി കഴിയാതെ ആരും വരാറില്ല. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു. പെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് 7:30 ആകുമ്പോഴത്തേക്ക് പരിപാടി തുടങ്ങുമെന്ന്. ആ പറയുമ്പോൾ ഞാൻ തലശ്ശേരിയിൽ എങ്ങാണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഇത് പറയണം. അവിടെ നിന്ന് ഇത്രയും പെട്ടെന്ന് ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ടൊരു വഅദ് പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് നല്ല സുഖമില്ല, കഴുത്തിൻ്റെ പുറകിൽ നീരായിട്ട് ശരീരം മുഴുവനും നല്ല ബുദ്ധിമുട്ടും വേദനകളുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് സംഘാടകരോട് വരില്ല എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ വഅദിന് പോയി, അങ്ങനെ ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, സുഖമില്ലെന്നുള്ള കാര്യം. എൻ്റെ കാലിലും കയ്യിലൊക്കെ നല്ല നീരടിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ, ഈ മക്കൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ 2ാമത്തെ ദിവസമാണെന്ന് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ ആ കുട്ടികൾക്കും വല്ലാത്തൊരു വേദന ഉണ്ടാകും. അപ്പോൾ അൽഹംദുലില്ലാ വന്ന് കുറച്ച് നല്ല കാര്യം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ സമയം 8:30 എനിക്ക് തന്നിരിക്കുന്ന സമയം 10 മണിയാണ്. അൽഹംദുലില്ലാ, അത്ര പോകുമോ എന്നറിയില്ല, എങ്കിലും പോകുന്നത്രയും പറഞ്ഞ് അൽഹംദുലില്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് നിങ്ങൾ 10 മണി വരെ ഇരിക്കുമോ? 10 മണിയൊന്നുമില്ല, 8:30, 9:30, ഒരു 9:30 വരെ 1 മണിക്കൂർ ഇരുന്നൂടെ? നിങ്ങൾ ഇരിക്കുമോ? ഇരിക്കില്ലേ? അവസാനം വരെ ഇരുന്ന് ദുആയും ചെയ്ത് 3 സ്വലാത്ത് പറഞ്ഞിട്ട് ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങൂ എന്ന് നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈപൊക്കിക്ക്. അവസാനം വരെ ഇരിക്കാമെന്ന് തീരുമാനിക്കണത് അതാണല്ലോ. അപ്പം ഇടയിലൊക്കെ ഒരു വിഭാഗമുണ്ട്, അരയിലുണ്ട് അല്ലേ? ചിലർ കൈ പൊക്കിയിട്ടില്ല, ചിലർ അരക്കൈ പൊക്കിയിട്ടുണ്ട്. കാരണം എന്തേ ഉസ്താദെ, ഒന്നില്ല, അരമണിക്കൂറാകുമ്പോൾ പോകും. അൽഹംദുലില്ലാ, അല്ലാഹുവേ ഈ സദസ്സിൻ്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച് ഈ കൈ ഉയർത്തിയ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കണേ പടച്ചവനെ. അല്ലാഹുവേ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിന് ഈ ഒരു സദസ്സ് ഒരു സബബായി നീ സ്വീകരിക്കണേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും കിടക്കുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന വിഷയം അൽഹംദുലില്ലാ പറഞ്ഞു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ വന്നിരിക്കുന്നവരല്ലേ? എല്ലാവരും എവിടെ ഇരിക്കുന്നേ? സ്വർഗത്തിലല്ലേ? അപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും ഉസ്താദെ, വഅദ് കേൾക്കാനൊന്നുമല്ല നമ്മളിരിക്കണം. എല്ലാവർക്കും ഇതിന് പകരം സ്വർഗം കിട്ടി അത് മേടിക്കാനാണ് ഞാനും നിങ്ങളിരിക്കണം.
പക്ഷേ ഈ സദസ്സിൽ വന്നിട്ട് തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഒരു ഒഴിഞ്ഞ കസേര കിടക്കുമ്പോൾ ആ ഇരിക്കണ സീറ്റിലൊന്ന് കയറിയിരിക്കാൻ, പുറകിലിരിക്കാനല്ല, ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകണ്ടേ. അതുകൊണ്ട് അൽഹംദുലില്ലാ അവനവൻ്റെ കാര്യം അവനവൻ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. അവൻ കയറട്ടെ ഇവൻ കയറട്ടെ എന്നല്ല, നീ കയറിയിരിക്കുക നിങ്ങളുടെ മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ. അൽഹംദുലില്ലാ 1 മണിക്കൂറല്ലേ ഉള്ളൂ, സുഖമില്ലാഞ്ഞിട്ട് പോലും ഞാൻ പറയണില്ലേ. അപ്പോൾ പിന്നെ കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകണം. ഒന്ന് കയറിയിരിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഒഴിഞ്ഞ കസേര ഇരുന്നു. ഹബീബ് നിങ്ങളിങ്ങ് വരി, എനിക്ക് ഈ മൈക്കൊന്ന് മാറ്റിത്തരി. എനിക്ക് ഒന്നാമത് കഴുത്തിൻ്റെ പുറകിൽ നീരാ, അതിൻ്റെ കൂടെ ഈ കുനിഞ്ഞിരിക്കാൻ അള്ളാഹു ഇത്തിരി നീളം കൂടുതൽ വന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് തരും ഇൻഷാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കൂടുതൽ ആമുഖങ്ങളോ വിശദീകരണമൊന്നും നടക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അല്ലാഹു പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് ആദ്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബഹി നമസ്കാരങ്ങളിൽ തൻ്റെ അനുചരന്മാരോട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പടച്ചവൻ്റെ കരുണയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോടൊരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ബനു ഇസ്രയേലിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടി പോയാൽ 100 വയസ്സിൻ്റെ മുകളിൽ ഒരിക്കലും പോകില്ല. പണ്ടുള്ളവരൊക്കെ 100 തികയ്ക്കുമായിരുന്നെങ്കിൽ ഇന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 100 വയസ്സെത്തുക എന്നത് വല്ലാത്തൊരു അത്ഭുതകരമായ കാര്യമായിട്ടാണ് ഇന്ന് സമൂഹം മനുഷ്യനും കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരോട് ബനു ഇസ്രയേലിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മനുഷ്യന് ജീവിച്ചത് എത്ര കൊല്ലമെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മനുഷ്യന് ജീവിച്ചത് 500 കൊല്ലമാണ്. 500 കൊല്ലം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. നമ്മൾ ചെയ്യുന്നത് പോലെ എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്തൊന്ന് പള്ളിക്കകത്ത് പോയി തലകുത്തി വീഴുകയോ, എപ്പോഴെങ്കിലും ഒരു കുറച്ച് ദിക്റുകൾ പറയുകയോ ഖുർആൻ ഓതുകയോ ഇങ്ങനെയുള്ള ഇബാദത്തല്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ 24 മണിക്കൂറും രാവും പകലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാ.
ഒരു സെക്കൻഡ് പോലും പാഴാക്കാറില്ല. ഈ മനുഷ്യന് രാവും പകലും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. എവിടെ ഇരുന്നാ ചെയ്തതെന്നറിയുമോ? വെള്ളത്തിന്റെ മുകളിൽ, പുഴയുടെ മുകളിൽ, വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് ഇബാദത്ത് ചെയ്യുകയാണ്. ഈ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പച്ചവെള്ളം കുടിച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന റുമ്മാമ്പഴമുണ്ടല്ലോ, ഒരു റുമ്മാമ്പഴവും കടിച്ച് പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് രാവും പകലും വെള്ളത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് 500 കൊല്ലം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ മനുഷ്യൻ മരണപ്പെട്ട് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ മനുഷ്യനോട് അല്ലാഹു പറയും, മനുഷ്യ, എന്റെ ഔദാര്യം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് പൊക്കോ, എന്റെ ഔദാര്യം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് പൊക്കോ. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യരോട് പടച്ചവൻ നാളെ പരലോകത്ത് വെച്ച് പറയുമ്പോൾ ഈ മനുഷ്യൻ അല്ലാഹുവോട് പറയുമല്ലോ, എനിക്ക് സ്വർഗം പടച്ചവരെ നിന്റെ ഔദാര്യം കൊണ്ട് വേണ്ട, പടച്ചവരെ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട. അല്ലാഹുവേ, 500 കൊല്ലം പച്ചവെള്ളവും ഒരു റുമ്മാമ്പഴവും കടിച്ചുകൊണ്ട് രാവ് മുതൽ പകലും രാത്രിയും പകലും മുഴുവനും നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ്. അല്ലാഹുവേ, ഇതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാ മതിയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഈ മനുഷ്യൻ നാളെ പടച്ചവരോട്, അല്ലാഹുവേ, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട, 500 കൊല്ലം ഇബാദത്ത് ചെയ്തവനാണ്, അതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം മതിയെന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് പറയും, മലക്കുകളെ, ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായോ എന്ന് അളന്നു നോക്കാൻ പറയുമ്പോൾ മലക്കുകൾ ആ മനുഷ്യൻ ചെയ്ത 500 കൊല്ലത്തെ ഇബാദത്തെടുത്ത് അളന്നു നോക്കുകയാണ്. എന്നിട്ട് പടച്ചവന്റെ മുന്നിൽ വന്ന് തലകുനിച്ചിട്ട് മലക്കുകൾ പറയുന്നു, അല്ലാ, 500 കൊല്ലത്തെ ഇബാദത്തുണ്ടല്ലോ, 500 വർഷത്തെ ഇബാദത്തുണ്ടല്ലോ, ഈ മനുഷ്യനല്ല നീ കൊടുത്തിരിക്കുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിന് പകരമായിട്ട് പോലും 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായില്ല റബ്ബേ. മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ, 500 കൊല്ലം അല്ലാഹുവിന് നന്ദി കാണിച്ച അടിമയുണ്ടല്ലോ, ഈ മനുഷ്യൻ പോലും പടച്ചവന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ കടന്നതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ, പടച്ചവന്റെ ഔദാര്യമില്ലാതെ ഒരാൾക്ക് പോലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സയർഹമുഹുമുല്ലാഹു ഫീ ഖംസതി മവാലിയാ. ഈ പാതിരാത്രി ഒരുമിച്ചിരിക്കുന്നവര്, നിസ്കാര തടമ്പുള്ളവരുണ്ട്, താടിക്ക് നീളമുള്ളവരുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, സദഖ കൊടുത്തവരുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവരുണ്ട്, പള്ളിക്കകത്തെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുന്നവരുണ്ട്, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നവരുണ്ട്, സ്വലാത്ത് പറയുന്നവരുണ്ട്, എപ്പോ നോക്കിയാൽ കയ്യിൽ തസ്ബീഹും പിടിച്ച് നടക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മനുഷ്യ, നിന്റെ ജീവിതത്തിൽ 5 സമയം വരാനുണ്ട്, 5 സമയം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. ഈ 5 സമയങ്ങളിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഇബാദത്ത് കൊണ്ട് മതിയാകില്ല, പടച്ചവന്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയാ, 500 കൊല്ലം വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ, രാവും പകലും ഇബാദത്താ,
ഒരു റുമ്മാമ്പഴം ഒരു ദിവസം കഴിക്കും, കുറച്ച് പച്ചവെള്ളവും കുടിക്കും, എന്നിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു, സ്വർഗം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഔദാര്യം കൊണ്ട് വേണമെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ ഔദാര്യം കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഈ സ്വർഗത്തിൽ പോകാം. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചനെ, എനിക്ക് ഔദാര്യം കൊണ്ടൊന്നും വേണ്ട, 500 കൊല്ലം ഞാൻ വെറുതെ അല്ല ഇബാദത്ത് ചെയ്തത്, രാവും പകലും പട്ടിണി കിടന്നിട്ടാൻ അള്ളാഹു ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തത്, ഇതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാൽ മതി. അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് ഈ 500 കൊല്ലത്തെ ഇബാദത്തായോ എന്ന് കൂട്ടി നോക്കിയിട്ട് മലക്ക് വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, നീ കൊടുത്തിരിക്കുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിലെ ഒരു കണ്ണിന് പകരമായിട്ട് പോലും ഈ മനുഷ്യൻ്റെ 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായിട്ടില്ല. അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, ഈ മനുഷ്യൻ പോലും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ കടന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങും സ്വർഗത്തിൽ കിടക്കൂലേ? അങ്ങും സ്വർഗത്തിൽ കിടക്കൂല. അള്ളാഹിൻ്റെ റസൂല് പറയുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കിടക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗമൊക്കെ പിന്നീടാണ്, സ്വർഗമൊക്കെ ഏറ്റവും അവസാനമാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനി 5 സമയം വരാനിരിക്കുക. 5 സമയങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ വരാനുണ്ട്. ആ 5 സമയത്ത് ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു രക്ഷപ്പെടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 5 സമയം ഏതാണ്? ആ 5 സമയത്ത് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അതാ ഇന്നത്തെ എൻ്റെ വിഷയം. കാരണം ഇന്നത്തെ വിഷയം അതാണ്. 5 സമയങ്ങൾ ഏതൊക്കെ സമയത്താണ് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുന്നത്? അവിടെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അത് പറഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? എന്തിപ്പോൾ പെണ്ണുമ്പിള്ള എടുത്ത് പിണങ്ങിയിരിക്കണ പോലെ എല്ലാം വന്ന് വീർപ്പിച്ച് കെട്ടി ഇങ്ങനെ ഇരിക്കാൻ ഞാനെന്തോ ചെയ്തതുപോലെ. ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചെയ്തില്ല, ഇത്തിരി താമസിച്ചു. അത് വന്ന വഴിയല്ല, റോഡൊക്കെ അല്ലേ, ഇത്തിരി ദൂരമൊക്കെ ഇല്ല. അങ്ങനെ തിരുവനന്തപുരത്ത് കിടക്കണം, നമ്മളൊക്കെ ഇങ്ങനെ എത്തണമെങ്കിൽ ഇത്തിരി താമസിക്കൂലേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ചിരിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കാതെ എനിക്ക് വിഷമം തോന്നണം, മരണ വീട്ടിൽ ഇരിക്കണ പോലെ തോന്നുന്നു. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ഇരി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തേ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു മുസ്ലിമിൻ്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകണം. ഒരു മുസ്ലിമിൻ്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകണം. പുഞ്ചിരി നല്ല 2 കാര്യം, എപ്പോൾ നോക്കിയാലും 2 കാര്യം. ആരുടെ മുന്നിലും പോയിട്ട് ഇങ്ങനെ തൂങ്ങി നടക്കരുത്, എപ്പോഴും ചിരിക്കണം മുഖം. നല്ല വസ്ത്രം, അകത്ത് പട്ടിണിയാ, ഒന്നും കഴിച്ചിട്ടില്ല, ലക്ഷങ്ങളുടെ കടമുണ്ട്, എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും ആരുടെ മുന്നിലും കാണിക്കരുത്. ഇങ്ങനെ ചിരിക്കുന്ന മുഖത്തോടെ ടിപ്പ് ടോപ്പായിട്ട് നടക്കണം എപ്പോഴും. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, പുഞ്ചിരി പോലും സദക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒന്ന് ചിരിക്കുപ്പ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ചിരിക്കാൻ പാടില്ല കേട്ടോ, എല്ലാ സ്ഥലങ്ങളിലും ചിരിക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ആരെങ്കിലും 7 സ്ഥലങ്ങളിൽ ചിരിച്ചാൽ നാളെ പരലോകത്ത് വരുമ്പോൾ അവൻ്റെ തല പട്ടിയുടെ തല പോലെ ഇരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എല്ലാ സ്ഥലത്തും ചിരിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരേ, അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒന്നാമത്തെ സ്ഥലമേതാരബിയേ, ഒന്നാമത്തെ സ്ഥലമേതാരബിയേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പാതിരാത്രിയിൽ ഈ പാവപ്പെട്ടവന്റെ വാല് കേൾക്കാൻ ഒഴുകിയെത്തിയ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാ, രക്ഷപ്പെടാൻ കഴിയാത്ത ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? ഇന്നീ വാലിന്റെ സദസ്സിലാണോ, പിരിഞ്ഞു പോകുന്ന സമയത്തിലാണോ, റോഡിലാണോ, വാഹനത്തിലാണോ, വീട്ടിലാണോ, കടയിലാണോ, എവിടെ വെച്ചാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല. എപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ, ഒരു മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്, ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാൻ നിന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അത് പറയാ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കാരണം എന്തെന്നറിയുമോ?
കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു മനുഷ്യന്റെ മരണസമയം അടുത്തു വരുമ്പോൾ ശൈത്താന് വല്ലാത്ത കോപമാണ്. അതാ തന്റെ അനുയായികൾ ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കും, യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, എന്തേ ഇത്ര ദേഷ്യമെന്ത്? അങ്ങക്ക് വല്ലാത്ത കോപമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ശൈത്താനോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന, മക്കളെ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാ, അവനെങ്ങാണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവനെങ്ങാണം അവന്റെ നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞ അവന് രക്ഷപ്പെട്ടു പോകും, അവന് ഭാഗ്യവാനാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കടന്നു ചൊല്ലുവോ, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിഴപ്പിക്കുവോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശൈത്താനും ശൈത്താന്റെ മക്കളും കൂടെ ഇറങ്ങി വരികയാണ്. സക്കറാത്തുൽ അവസ്ഥയിൽ കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തേക്ക് അതാ ശൈത്താൻ ഇറങ്ങി വരികയാ. എങ്ങനെയാ വരുന്നതെന്നറിയുമോ? മരിച്ചുപോയ ഉപ്പയുണ്ടല്ലോ, മരിച്ചുപോയ ഉമ്മയുണ്ടല്ലോ, ആ കിടക്കുന്ന മനുഷ്യൻ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്, അവന്റെ കോലത്തിൽ കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് നിന്റെ ഇടത് ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആരെങ്കിലും അടുത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും നിനക്ക് പറഞ്ഞു തരുമല്ലോ. ആ സമയത്ത് ശൈത്താൻ മാതാപിതാക്കളുടെ കോലത്തിൽ നിന്റെ അടുത്ത് നിന്നിട്ട് നിന്റെ വായുടെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് പറയുന്നവരേ, വാപ്പയാ പറയുന്നത്, ഉമ്മയാ പറയുന്നത്, ആ വാക്ക് മാത്രം പറയല്ല പോരേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ. അത് പറഞ്ഞാ നീ പിഴച്ചവരാ. നിനക്ക് കുടിക്കാൻ വെള്ളം ഞാൻ തരാൻ പൊന്നു പോരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമ്മുടെ ഈമാനിനെ തട്ടിക്കൊണ്ടുപോകാ, കഷ്ടപ്പെട്ട് രാവും പകലും ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഞാനും നിങ്ങളും നേടിയെടുത്ത ഈമാനുണ്ടല്ലോ, അത് തട്ടിക്കൊണ്ടുപോകാ. ശപിക്കപ്പെട്ട ശൈത്താനിന്റെ മരണത്തിന്റെ സമയത്ത് കിടക്കുന്ന നിന്റെ ചാരത്ത് വരുമ്പോ അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ നിന്റെ നാവ് പൊങ്ങണോ. അല്ലാഹു അനുഗ്രഹിച്ചവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഇനി എത്ര വലിയ തങ്ങളും നിന്റെ അടുത്ത് വന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ, ഈ നാവ് അങ്ങോട്ട് പോകണമെങ്കിൽ, ഈ നാവ് അങ്ങോട്ട് പൊങ്ങി അതുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞിട്ട് മരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ വേണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ വിചാരിക്കും, ഉസ്താദെ താടിയുണ്ട്, ഞാൻ വലിയ ഹാജിയാരാ, പള്ളിയിലെ ഹത്തീബ, പടച്ചോനെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് ഇത് പറയാൻ പറ്റൂന്നാ ചിലർക്കൊക്കെ മനസ്സിൽ ധാരണയുണ്ട്. വെറുതെ ഒപ്പ അങ്ങനൊന്നും കരുതണ്ട. നമ്മളെ കൊണ്ടങ്ങ് പറയാൻ പറ്റുമെന്ന് അങ്ങനെ കരുതരുത്. കാലം എന്തേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുസ്ലിം പാതിരാത്രി കാഫിറിനെ പോലെ ചത്തുപോകുന്ന എത്ര ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ചിട്ട് വാപ്പയോട് സലാം പറഞ്ഞ് തലമറച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പൊന്നുമോള് വൈകിട്ട് വീട്ടിൽ വരൂല. എവിടെ? തൻ്റെ കാമുകൻ്റെ കൂടെ അമ്പലത്തിൽ പോയി വിവാഹം നടത്തിയിട്ട് പോയി കിടപ്പറ പങ്കിടുന്ന എത്രയോ പെണ്ണുങ്ങളെ നിങ്ങളും ഞാനും കണ്ടവരാ. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? അന്നാ നോക്ക്, ചില ആൾക്കാർ രാവിലെ കാഫിറായിരിക്കും, വൈകിട്ട് മുസ്ലിം ആയിരിക്കും. ചില ആൾക്കാർ നേരെ തിരിച്ചാണ്. അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, മരിക്കുന്ന സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹു തീരുമാനിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും കേൾക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസം മുമ്പ്, 2-3 ദിവസം മുമ്പ് ചെറുശ്ശേരി ഉസ്താദിൻ്റെ മയ്യത്ത് നിസ്കരിച്ചവരാ. ചെറുശ്ശേരി ഉസ്താദിൻ്റെ മരണം എല്ലാവരെയും വല്ലാത്ത വേദന. ഞാൻ സംഘടനകൾ പറയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറുശ്ശേരി ഉസ്താദിൻ്റെ മയ്യത്ത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ ഉസ്താദിൻ്റെ ജനാസയുടെ മുഖത്തിൻ്റെ ചിത്രം ആരോ ഫേസ്ബുക്കിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കണം, എന്താ ചിരിയെന്നറിയാം. എന്താപ്പാ അല്ലേ?
ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, മയ്യത്ത് നിസ്കരിക്കുന്ന ജനാസ കാണാൻ വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഇനി മയ്യത്ത് നിസ്കാരം ഇല്ലെന്ന്. ഇനി മയ്യത്ത് നിസ്കാരം ഇല്ല, ഇനി ആരെയും ജനാസ കാണിക്കുന്നില്ല, കബറടക്കാൻ സമയമായി, അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പം അവിടെ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട്, 3 ദിവസമായി ഉസ്താദ് വെള്ളമൊന്നും കൂടി കഴിക്കാറില്ല, ഭക്ഷണമൊന്നും കഴിക്കാറില്ല. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഉസ്താദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു അത്ര, എനിക്കിത്തിരി സംസം വെള്ളം തരാൻ, എനിക്കിത്തിരി സംസം വെള്ളം തരാൻ. കൊണ്ടു കൊടുത്തപ്പോൾ ഇങ്ങനെ അങ്ങ് കുടിക്കാന്ന്, വല്ലാത്ത കുടി. സംസം വെള്ളം ഇങ്ങനെ കുടിച്ചെന്ന് ഒരുപാട് കുടിച്ചു. എന്നിട്ട് കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് കടന്ന, പിന്നെ എഴുന്നേറ്റില്ല. ഇപ്പം 6 അടി മണ്ണിനകത്ത്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പോകുമ്പോൾ ഇതുപോലെ പോകണം, പോകുമ്പോൾ ഇതുപോലെ പോകണം. തൻ്റെ ശത്രുവും വരും മരിച്ചു കിടക്കുമ്പോൾ കാണാൻ. നിന്റെ ഏറ്റവും വലിയ ശത്രു, നിന്നെക്കുറിച്ച് കളിയാക്കിയവനും പരിഹസിച്ചവനും നാണം കെടുത്തിയവനും എല്ലാം വരും നിന്നെ കാണാൻ. വരുമ്പോൾ എങ്ങനെ കിടക്കണമെന്നറിയാവോ? വരുമ്പോൾ എങ്ങനെ കിടക്കണമെന്നറിയാവോ? പണ്ടൊക്കെ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഒരു കാഴ്ചയുണ്ട്, മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്ത് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കും കരഞ്ഞുകൊണ്ട്. എൻ്റെയൊക്കെ ചെറിയ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മയ്യത്തിൻ്റെ തലഭാഗത്ത് ആരെങ്കിലും ഇരിക്കും, ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കും, ആരെങ്കിലൊക്കെ ഇരിക്കും. വരുന്നവൻ ഇങ്ങനെ മയ്യത്തിൻ്റെ മുഖം ഇങ്ങനെ പൊക്കി കാണിക്കാൻ, തുണി ഇങ്ങനെ പൊക്കി കാണിക്കും. ഇപ്പം ആരും ഉണ്ടാവില്ല, ഇപ്പം ആരുമില്ല. മയ്യത്ത് ഒറ്റയ്ക്ക് കിടക്കും, പോകുന്നവൻ വേണമെങ്കിൽ പോയി പൊക്കി നോക്കിക്കൊള്ളണം. അങ്ങനെ ഒരവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശത്രുക്കൾ പോലും നിൻ്റെ ജനാസ കാണാൻ കരഞ്ഞുകൊണ്ട് വന്നിട്ട് നിൻ്റെ മുഖത്ത് നിന്ന് തുണി ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകുമ്പോൾ എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകണം. നീ പോകുമ്പോൾ വെറുതെ പോയാൽ പോരാ, മരിച്ചിട്ട് പോകുമ്പോൾ എല്ലാവരെയും കരയിപ്പിച്ചിട്ട് എങ്ങനെ പോകണം? ആരെ കരയിപ്പിക്കണം? വാപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, കൂടപ്പറപ്പ്, കൂട്ടുകാർ, അയൽവാസികൾ, മനുഷ്യനെയും മണ്ണിനെയും എല്ലാം കരയിപ്പിക്കണം. 1-ാം ആകാശത്തിൽ ഒരു മലക്കിരുന്നിട്ട് നിന്നെയും മരിച്ചതിൻ്റെ പേരിൽ കരയണം. ഇവരെ എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ പള്ളിക്കാട്ടിലേക്ക് പോകണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആർക്കെങ്കിലും അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ടാ? ഉണ്ടാ? ഉള്ളവരെന്ന് കൈവക്കിക്കുക, ഞാൻ വഴി പറഞ്ഞുതരാം. പള്ളിക്കാട്ടിൽ പോകുമ്പോൾ ചിരിച്ചോ? അതിനും ആഗ്രഹമില്ലാത്തവരുണ്ടോപ്പാ? അതിനും ഇല്ലാത്തവരുണ്ടോ? ഒന്ന് പൊക്കിക്കേക്കാം. കൈ പൊക്കാത്തവനെന്ന് കാണണമല്ലോ പഠിച്ചവന്, അതിനും മനസ്സില്ലാത്ത ആൾക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം ചെയ്താൽ മതി, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എല്ലാവരെയും കരയിപ്പിച്ചിട്ട് നിനക്ക് ചിരിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 9 മണിയായി, 10 മണി വരെ സമയമുണ്ട്. അൽഹംദുലില്ലാ, നമുക്കത് പറഞ്ഞു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കുമല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണോ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ 6 അടി മണ്ണിനകത്തേക്ക് ഉല്ലാസ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വീടിനകത്ത് അലമാരിക്കകത്ത് ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് അലമാരിക്കകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ തൊടാതെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. അതാര് സ്നേഹിക്കുന്നു, അതിനെ ആര് സ്നേഹിക്കുന്നു, അതാര് എല്ലാ ദിവസവും ഓതുന്നു, ആരത് മക്കളെ പഠിപ്പിക്കുന്നു, അവന് നല്ല മരണം കിട്ടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുക, വീടിനകത്തൊക്കെ ഇങ്ങനെ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട് നിരത്തി ഗൾഫിലെ ഖുർആൻ. വരുന്നവർക്ക് കാണാൻ അതൊന്നും തുറക്കാറ് പോലും ഇല്ല. പള്ളിക്കകത്ത് പോകുമ്പോൾ അലമാരിക്കകത്ത് റമദാനി മാത്രം എടുക്കാൻ വേണ്ടി ഇരിക്കുക, പൊടി അടിച്ചിരിക്കുക, മോദി സായി പോലും എടുക്കാറില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ ആര് സ്നേഹിക്കുന്നു അവന് റബ്ബ് നല്ല മരണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഈ വയലിൻ്റെ സദസ്സിൽ വരുന്നതിന് മുമ്പ് നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു ഇന്നാഴ്ത്തേനെങ്കിലും ഓതി വരുന്ന കൈപൊക്കിക്ക്. നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു സൂറത്തെങ്കിലും, ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഓതി ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കപ്പ. കാണാനുള്ള ആഗ്രഹം കണ്ട. അല്ലാഹു ആലം, പഠിച്ചോ നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അനിയ, ഈ പോസ്റ്റൊന്നും ഒടിഞ്ഞു വീഴത്തില്ലല്ലോ അല്ലേ? അല്ല, ഉറപ്പല്ലേ? താന്നൊന്നും വയലൊന്നും അല്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം താന്നു പോയി കളയും ചിലപ്പം. അള്ളാഹുവിൻ്റെ ഖുർആനിലെ 3 ആയത്തുള്ള ഒരു ഇന്നാഴ്ത്തേന പോലും ഓതാൻ പറ്റാ അത്രയ്ക്കും തിരക്കെന്താപ്പാ. അംബാനിയുടെ മക്കളെ നമ്മളൊക്കെ ഇല്ലേ, വലിയ തിരക്കായി പോയി.
ഇതൊക്കെ ഓതാൻ സമയമുണ്ടാവും. എപ്പോഴെന്നറിയാം, ഇപ്പം എല്ലാവർക്കും തിരക്കാ. ആർക്കും വേണ്ടാതെ വീടിനകത്തൊരു പാഴ് വസ്തുവിനെ പോലെ കിടക്കുമ്പോൾ ഈ തിരക്കൊക്കെ അങ്ങ് മാറും. പള്ളിക്കാട്ടി കൊണ്ടുപോയി കബറടക്കുമല്ലോ. സ്വന്തം വാപ്പയെ കൊണ്ട് വെച്ചതല്ലേ മക്കളൊക്കെ. വാപ്പാൻ്റെ മയ്യത്തിറക്കി പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനകത്ത് വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് കവളിനടി വെച്ച ഓർമ്മയുണ്ടോ ഉപ്പ? വെച്ചിട്ടുണ്ടാ? എങ്ങിട്ടാ വാപ്പാൻ്റെ കഴുത്തിരുന്ന കിബിലേക്ക് നേരെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇന്നും അതുപോലെ കിടപ്പുണ്ട്. വാപ്പാൻ്റെ കബടിനടിയിൽ ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് തല ഇങ്ങനെ കിബിലയുടെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി കൂട്ടി നോക്ക്. ഇനി എത്ര കൊല്ലം കിടക്കും? അവിടെ പോകുമ്പോൾ നിനക്ക് ഒന്ന് തിരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പം ഈ സമയമൊക്കെ ഉണ്ടാകും. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഇന്ന് ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താന്ന് എനിക്കതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരേ ഒരു ആയത്ത് പറഞ്ഞു പിരിയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ എടുത്തു നോക്കിയാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ദുനിയാവിൽ 2 വിഭാഗം ജനങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഇതിലേതിൽ പെടുമെന്ന് ചിന്തിക്കൂ. ഒന്ന്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 199 ആയത്തെടുത്ത് വെച്ച് നോക്കി നോക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ. ിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ചില ആൾക്കാരുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ചില ആൾക്കാരുണ്ട്, അവരെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബനാ, എന്റെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസനാ. അവരെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവരെ ദുനിയാവിലെ നല്ലത് തരണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അവർക്ക് ദുനിയാവ് മതി, അവർക്ക് ദുനിയാവിലെ ജീവിതം മതി, അവർക്ക് ദുനിയാവിലെ സുഖം മതി, അവർക്ക് ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കുന്നവരാ. എപ്പോഴും ദുനിയാവ് കിട്ടാൻ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ചില ആൾക്കാർ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യും, വമിൻഹും മയ്യഖൂലു റബ്ബിനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹ് ദുനിയാവ് നല്ലത് തരണേ പടച്ചോനെ. എൻ്റെ മക്കളെ MA കാരനാക്കണം, ഡിഗ്രിക്കാരനാക്കണം, MBBS കാരനാക്കണം, IPS കാരനാക്കണം, IAS കാരനാക്കണം. എപ്പോഴും അത് മാത്രമേ അള്ളാഹിനോട് ചോദിക്കത്തുള്ളൂ. ഏത് ഉമ്മയോടും വാപ്പയോടും ചോദിച്ചാൽ പറയും, മദ്രസ വിടാനൊന്നും സമയമില്ല, രാവിലെ 6:30 മുതൽ 7. അല്ലോ ഇല്ല, രാവിലെ 7 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് വരും സ്വർഗത്തിലേക്കുള്ളത്, പോകണം, അവന് പഠിക്കാൻ വരാൻ സമയമില്ല. മദ്രസയിലെങ്ങും വിടാൻ സമയമില്ല, രാവിലെ ട്യൂഷന് പോകണം ഉസ്താദെ, അതുകൊണ്ട് പറ്റൂല. ഖുർആൻ പഠിക്കാൻ സമയമില്ല, വാപ്പയുടെ മയ്യത്ത് പഠിപ്പിക്കാൻ സമയമില്ല. അതിനൊന്നും ഇല്ല, എനിക്ക് പഠിക്കാൻ പോകണം, രാവിലെ 7:30 വണ്ടി വരും. വിടുന്നവർ മദ്രസയിൽ ഉസ്താദി ചോദിക്കുക, ശനി അന്ന് വീട്ടിൽ വരും സാറ്, പടച്ചോനെ പഠിപ്പിക്കാൻ സമയമില്ലല്ലോ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് നിന്നെക്കുറിച്ചാ, വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. നിനക്കിത് മതി, പക്ഷേ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നീ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചിട്ടേ പോകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ചില അവർ മക്കളെ ഉസ്താദി ചോദിക്കും, വിടുന്നില്ല, ട്യൂഷൻ അത് മതി, അങ്ങനെ തന്നെ പഠിപ്പിക്കൂല. എന്നാ ഖുർആൻ പറയുന്ന തൊട്ടടുത്ത ആയത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മറ്റു ചില മാതാപിതാക്കളുണ്ട്, അവരല്ലാഹുവിനോട് പറയും, പടച്ചവര്, എന്റെ പൊന്നുമോനുണ്ടല്ലോ, അവന് ദുനിയാവിലെ മാത്രം പോരാ, ആഖിറത്തിലും രക്ഷപ്പെടുന്നവനാകണം. എന്റെ പൊന്നുമോൻ എമ്മക്കാരനാകട്ടെ, പക്ഷേ ഖുർആൻ ഓതാറിയുന്നവനാകണം, ഖുർആൻ പഠിച്ചവനാകണം. മദ്രസകൾ എന്നിട്ട് എനിക്ക് എന്റെ പൊന്നുമോനെ ഒന്നുവാക്കണ്ട, മദ്രസ കഴിഞ്ഞിട്ടുള്ള പഠനം മതിയല്ലോ. അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവരെ എന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണയല്ലോ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനിടയിലുണ്ടല്ലോ രാവിലെ മദ്രസ, അത് കഴിഞ്ഞിട്ടുള്ള പഠിത്തം മതി.
വൈകുന്നേരം മദ്രസയിൽ പോയിട്ടുള്ള പഠിത്തം, ട്യൂഷനൊക്കെ അതിന് ആദ്യം ഖുർആൻ പിന്നെ മതി ബാക്കിയെല്ലാം. അങ്ങനെ ചിന്തിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരുണ്ട് അങ്ങനെ? എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ സ്വന്തം ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ആത്മീക വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഈ സദസ്സിരിക്കണ ഓരോ വാപ്പയും ഇന്ന് വീട്ടിൽ പോയിട്ട് സ്വന്തം മോനോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. സ്വന്തം മക്കളെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ചോദിക്കണം, എന്താ മോനെ, ഇന്ന് രാത്രി ഞാൻ കിടക്കാൻ പോവാ. അങ്ങ് തീർന്ന് വാപ്പ മരിച്ചുപോയി. നാളെ രാവിലെ മയ്യത്തെടുത്തിട്ട് വീടിൻ്റെ പുറകിൽ ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് കുളിപ്പിക്കാൻ എടുത്തിടും. അപ്പം നീ കുളിപ്പിക്കുവോ അതോ വേറെ ആരെങ്കിലും തെണ്ടി നടക്കുമോ? ചോദിക്കണം മക്കളോട്. സദസ്സിരിക്കണം, നിങ്ങൾ പറ. സ്വന്തം ഉപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണ എത്ര മക്കളിരിപ്പുണ്ട്? സ്വന്തം ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന എത്ര സഹോദരിമാർ എൻ്റെ സദസ്സിലിരിപ്പുണ്ട്? ഇവിടെ മക്കൾക്ക് അതുപോലും അറിയില്ലല്ലോ. ഏത് സ്കൂളിലാണ് ഇത് പഠിപ്പിക്കണത്? മയ്യത്ത് കുളിപ്പിക്കാൻ. വാപ്പയുടെ കബറിൻ്റെ ചാരത്ത് നിന്നൊരു യാസീൻ ഓതാൻ പഠിപ്പിക്കണ ഏത് സ്കൂളുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ കടമകളെക്കുറിച്ച് സ്കൂളുമില്ല. ഇൻഷാ അല്ലാഹ് ഒരു സൂറത്തെങ്കിലും ഓതിയിട്ടെ ഉറങ്ങൂ എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിയ്യത്ത് ചെയ്യണ ആരെങ്കിലും ഉണ്ടേ കൈപൊക്കിക്ക്. ഇന്ന് മുതൽ ഒരു സൂറത്ത് ബക്കറ ഓതണോ ഇന്നാഴത്തേനെ ഓതണോ തീരുമാനിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഈ കൈപൊക്കി എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയില്ലെന്ന് എനിക്ക് നല്ല അറിയാം. പക്ഷേ കൈപൊക്കി എന്തിനാണെന്നറിയോ? ഉസ്താദെ, ഓതാൻ അറിയില്ലെങ്കിലും ഉസ്താദെ സ്വർഗം വേണം, ഉസ്താദെ മരിക്കണ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ആ ആഗ്രഹം കൊണ്ടാണ് കൈപൊക്കിയത് എന്നാ അറിയുന്ന ചില മഹാന്മാരുണ്ട്. ഉസ്താദിൻ്റെ വാപ്പ പള്ളിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കൂല ഉസ്താദെ. ചില ആൾക്കാരങ്ങനെ അവന് എത്ര കേട്ടാലും അവൻ അനുസരിക്കൂല. ശൈത്താനെക്കാളും വലിയ ശൈത്താൻ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ശൈത്താനല്ല, അവനെക്കാളും വലിയ ശൈത്താന്മാരുണ്ട്. ശൈത്താനല്ല, ശപിക്കപ്പെട്ട ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുണ്ട്. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. ആരാന്നറിയാവോ? ശൈത്താനെക്കാളും വലിയ ശൈത്താൻ ആരാ? ശൈത്താനെക്കാളും വലിയൊരു ശൈത്താനുണ്ട്. ആരാ? അറിയില്ല? പടച്ചവനെ, ശൈത്താനെക്കാളും വലിയൊരു ശൈത്താനുണ്ട്. ആരെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിൻ്റെ മുന്നിലിരുന്നിട്ട് ശപിക്കപ്പെട്ട ശൈത്താൻ നാളെ പരലോകത്തൊരു വഅദ് നടത്തും അവൻ്റെ അനുയായികളോട് അവൻ വഅദ് നടത്തും, പ്രസംഗം നടത്തി കഴിഞ്ഞിട്ട് പറയും, എല്ലാവരും കയറി പൊക്കോളാം, മക്കളൊക്കെ പൊക്കോ, അൽഹംദുലില്ലാ പോട്ടെ, നരകത്തിലൊക്കെ പോ. ഇങ്ങനെ കടത്തിവിടും. ഓരോ ആൾക്കാരും ഇങ്ങനെ കയറി പോകും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫിർഔൻ നടന്നു വരും. ആര്? ഫിർഔൻ നടന്നു വരിക. ഫിർഔൻ നടന്നു വരുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർ കയറി വരുമ്പോൾ ചാടി എഴുന്നേറ്റ് ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല നമുക്കൊക്കെ. ഇതുപോലെ നിരിക്കുന്ന ശൈത്താൻ എഴുന്നേറ്റ് നിന്ന് ഫിർഔനിനെ ബഹുമാനിക്കും. ഫിർഔൻ ചോദിക്കും, എടാ ശൈത്താനെ, ഞാൻ വന്നപ്പം മാത്രം നീ എന്തിനാടാ എഴുന്നേറ്റത്? ഞാൻ വന്നപ്പം നീ എന്തിനാ എഴുന്നേറ്റ്? എന്നെ പിഴപ്പിച്ചത് നീയല്ലേ, അതുകൊണ്ട് നീ എന്തിനാ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റത്? ആ സമയത്ത് ശൈത്താൻ ഫിർഔനോട് പറയുമത്രേ, എടാ ശപിക്കപ്പെട്ടവനെ, എടാ ഞാനാണ് നിന്നെയും ചതിച്ചത്, ഈ കിടക്കണ നരകവാസികളെ മുഴുവനും ചതിച്ചത് ഞാനാ. പക്ഷേ ഇന്ന് വരെ ഞാൻ ആരോടും ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരാളോട് പോലും ശൈത്താൻ പറഞ്ഞിട്ടില്ല ഞാൻ അള്ളയാണെന്ന്. പക്ഷെ ആര് പറഞ്ഞു? നീ പറഞ്ഞു. നീ എന്നെക്കാളും വലിയവനാ, നിന്നെ ഞാൻ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താൻ ഫിർഔനിനെ ബഹുമാനിക്കുമെന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവൻ്റെ മക്കൾ പലരും ഇപ്പോഴും ഉണ്ട്. അവരാണ് ഈ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് പോലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുള്ളവർ ഇന്നാഴത്തേടെ പോലും ഓതാന സമയമില്ലാത്തവർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയാത്തവൻ പോലും ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കുമ്പോ ഇതിനകത്തിരുന്നിട്ട് ഓതാ മനസ്സില്ലെന്ന് പറഞ്ഞിരുന്ന ഏതെങ്കിലും സങ്കോചമുള്ള ചെറുപ്പക്കാരൻ ഈ സദസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമോരേ, ഈ അഹങ്കാരത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എടാ നീ എവിടെ കിടന്നു മരിച്ചാൽ, ഇനി അത് ലോകത്തിന്റെ ഏറ്റവും വലിയ ഭൂമിയായ കഅബാലയത്തിന്റെ മുറ്റത്ത് കിടന്നു മരിച്ചാൽ എന്റെ പൊന്നുമോരേ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നിനക്ക് ഉണ്ടാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് പോലും ഓതാൻ മനസ്സില്ലാത്ത പെങ്ങളെ,
നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ നിന്റെ മുന്നിൽ വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാ അത് പറയാ നിന്റെ നാവ് പൊങ്ങൂല, അത് പറയാ നിന്റെ നാവ് പൊങ്ങൂല. നിന്റെ അവസാനത്തെ വാക്ക് ഖുർആൻ തന്നെ പറയുകയാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നീ ചാകുന്ന സമയത്ത് പറയാനുള്ള വാക്കന്നേ ഖുർആൻ പറഞ്ഞിരിക്കുകയാ. എന്തേ പറയുന്നതെന്നറിയുമോ? അഹങ്കരിച്ചവര് ഇന്നു മുതൽ ഓതി പഠിച്ചോ പൊന്നുമോരെ, ചാകുമ്പോ പറയാനുള്ളതാടാ. അത് നിനക്ക് ഓതാ മനസ്സില്ലെങ്കിലും പറഞ്ഞിട്ട് മരിക്കൂ. ഇത് പറയുന്നതല്ലാന്റെ ഖുർആനാ. ഏതായത്തെന്നറിയുവോ? ഏതായത്തെന്നറിയുവോ? വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. നീ ചാകാൻ കിടക്കുമ്പോ ആരെങ്കിലും നിന്റെ ചാരത്ത് വന്നിട്ട് പറയുമല്ലോ ഇലാഹ ഇല്ലല്ലാഹ്. ചിലപ്പോ മക്കള് പറഞ്ഞു തരും, ചിലപ്പം ഭാര്യ പറഞ്ഞു തരും, കൂടപ്പിറപ്പ് പറഞ്ഞു തരും. ആരെങ്കിലും നിന്റെ ചാരത്ത് വന്ന് നിന്ന് പറഞ്ഞു തരുമ്പോ ഈ അഹങ്കരിച്ച് നീ പറയുന്നത് എന്തെന്നറിയുവോ? നിന്റെ അവസാനത്തെ മരണമൊഴി എന്തെന്നറിയുവോ? നിന്റെ അവസാനത്തെ വാക്കെന്തെന്നറിയുവോ? നിന്റെ നാവ് കൊണ്ട് നീ അവസാനമായി പറയുന്ന വാക്കേതാ? അല്ലാന്റെ ഖുർആൻ പറയുകയാ, അന്നഹും കാനൂ കാഫിരീൻ. മക്കളോട് പറയും, അമ്മയോട് പറയും, ബാപ്പയോട് പറയും, ഭാര്യയോട് പറയും, കൂടപ്പിറപ്പിനോട് എല്ലാവരോടും പറയും. എങ്ങനാ മരിക്കുന്നതെന്നറിയുമോ? ഒരു കാഫിർ ചത്തുപോകുന്നത് പോലെയാണ് ഞാൻ ചാകുന്നതെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പറഞ്ഞു തരാ, നിന്റെ അവസാനത്തെ വാക്ക് അഹങ്കരിച്ചവനെ, ഒരു സൂറത്ത് പോലും ഓതാൻ മനസ്സില്ല, ഈ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് പോലും നന്നാവാൻ മനസ്സില്ലാത്ത അഹങ്കാരി, നീ അവസാനം പറയും വശഹിദു, ഞാൻ സാക്ഷി പറയുക, ഞാൻ വശഹിദു അല അൻഫുസിഹിം, സ്വന്തം നഫ്സിന്റെ മേൽ അവൻ സാക്ഷി പറയും. എന്ത് അന്നഹും കാനു കാഫിരി, ഞാനൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഓതാൻ തീരുമാനിച്ചവരില്ലേ? ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഒരു സൂറത്തെങ്കിലും ഓതിക്കൂടെ? ഒരു സൂറത്തെങ്കിലും ഓതിക്കൂടെ? ഉസ്താദേ വലിയ തിരക്കാ, സമയമില്ല അല്ലേ? 3 ആയത്ത് ഓതാൻ സമയമില്ല, ഇനിയിപ്പോൾ ഒരു സൂറത്തില്ലേ? വേണ്ടപ്പാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഒറ്റ ആയത്ത്. ആര് എല്ലാ ദിവസവും ഓതുന്നോ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം, അതെങ്കിലും ഓതിക്കൂടെ? അതെങ്കിലും ഓതിക്കൂടെ? ഒരു ഇൻഷാ അല്ലാഹ് പറ, ഉറക്കെ പറ. അള്ളാഹുവെ ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഇൻഷാ അല്ലാഹ് ഉറക്കെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതൂല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് എല്ലാ ദിവസവും ഓതണം. ഓതിയാ കിട്ടുന്ന പ്രതിഫലം. ഈ നാട്ടിൽ എത്രയോ മാരക രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര രോഗികളെ കണ്ടവരാ ഞാനും നിങ്ങളില്ലേ? പുറവൊക്കെ പൊട്ടിയിട്ട് ആർക്കും വേണ്ടാതെ കിടക്കണ എത്രയോ പാവങ്ങളുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ, അള്ളാഹു ഒരു ദിവസം പോലും നിന്നെ ഇവിടെ ഇട്ടാൻ ദുരിതം അനുഭവിപ്പിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇവിടെ കിടന്നിട്ട് ഭാര്യയോട് എൻ്റെ മൂത്രം ഒന്ന് കഴുക്, എൻ്റെ കാഷ്ടം ഒന്ന് വാര് പറയേണ്ട അവസ്ഥ വരൂല വാപ്പാ. പോകുമ്പോൾ നല്ല രീതിയിൽ പോകാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും ഇവിടെ കിടക്കരുത്. ഒരു ദിവസം പോലും എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മൾ കിടന്നാൽ പോയി. നമ്മളൊന്ന് കിടന്നു നോക്ക്, 4 ദിവസം കിടന്നു നോക്ക്. എന്തിന് കൈയൊടിഞ്ഞിട്ട് 1 മാസം കിടന്നു നോക്ക്. ആർക്കും നമ്മളെ വേണ്ട, എല്ലാവർക്കും ബാധ്യതയായി. കണ്ണൂർ ജില്ലയിൽ എൻ്റെ കൂടെ വന്നൊരു ചെറുപ്പക്കാരനെ സദസ്സിലിരിപ്പുണ്ട്. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വഅലിന് പോയപ്പോൾ 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നട്ടലൊടിഞ്ഞിട്ട് കിടക്കുക.
പടച്ചോനെ അടുത്തു പോയിരുന്നു, ദുആ ചെയ്തു. ഇറങ്ങുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ മുഖത്ത് എന്തോ ഒരു വല്ലാത്ത പ്രകാശം, ഇങ്ങനെ കടന്നിട്ടും നല്ലൊരു പ്രകാശം. ആ മനുഷ്യൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഉടനെ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എല്ലാവരും ഒന്ന് പുറത്തു പോകാൻ പറയും, എല്ലാവരും ഒന്ന് പുറത്തു പോകാൻ, കഥ കടയ്ക്കാൻ പറഞ്ഞു. എന്നെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഉമ്മക്കായി മനുഷ്യൻ. ഞാൻ ചോദിച്ചു, എന്തേക്കാ? ഉസ്താദേ എനിക്ക് 2 ആമക്കളും ഒരു പെൺകുട്ടി എൻ്റെ ഈ വീട്ടിലുണ്ട്, 3 മക്കൾ എൻ്റെ ഭാര്യ ഈ വീട്ടിലുണ്ട്. അവരെനിക്ക് ഇതുപോലൊരു ഉമ്മ തന്നത് ഞാൻ മറന്നുപോയി ഉസ്താദ്, എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മക്കൾ എനിക്കൊരു ഉമ്മ തന്നത്. 6.5 കൊല്ലം കൊണ്ട് നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വന്തം മക്കൾ പോലും അതുപോലൊരു ഉമ്മ കൊടുത്തിട്ടില്ല. അവസാനം എന്നോട് പറഞ്ഞു, ഏത് സദസ്സിൽ പോയാലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. ഞാൻ ചോദിച്ചു, എന്തായിക്കാ ദുആ ചെയ്യണ്ടേ? ഞാനൊന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം, ഞാനൊന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇക്ക മരണം ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹുവിന് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അള്ളാഹു ഇങ്ങനൊരു പരീക്ഷണം തന്നത്. ആ സമയത്ത് 45 വയസ്സുള്ള ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ എൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയാം, ഉസ്താദേ എനിക്ക് രോഗം വന്നതിൽ യാതൊരു വിഷമവും ഇല്ല, ഇങ്ങനെ കിടക്കുന്നതിലൊരു വിഷമവും ഇല്ല. പക്ഷേ എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കുത്തുവാക്കുകൾ മാത്രം സഹിക്കണില്ല. എൻ്റെ ഭാര്യ ഫോൺ വിളിക്കുമ്പോൾ ആരെങ്കിലോടൊക്കെ പറയുക, ഇയാളെ കൊണ്ട് ഇനി ഒരു പ്രയോജനം ഇല്ല എന്ന്. പ്രശ്നം സഹിക്കാൻ വയ്യ, ഇഞ്ചിഞ്ചായിട്ട് കിടന്ന് മരിക്കാം ഉസ്താദേ. എൻ്റെ മക്കൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എൻ്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറയാ, ഉപ്പാ ഒരു ദിവസം പോലും ഇവിടെ കിടന്നിട്ട് ഭാര്യയും മക്കൾക്കും ബാധ്യതയായിട്ട് കിടക്കാതെ നല്ല രീതിയിൽ ഒരു ദിവസം അങ്ങ് പോകണോ? ഖുർആൻ ഓതിയാ മതി എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു ബാക്കി നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പറയാ, അള്ളാന്റെ റസൂല് പറയുന്ന 2ാമത്തെ പ്രതിഫലം മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ. ഈ പാതിരാത്രിയിൽ വെളിച്ചത്തിന്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ആഗ്രഹമുണ്ട്. അത് പോകേണ്ടത് എപ്പോഴാണ്? വെള്ളിയാഴ്ച രാവിലെ പോകണ്ടേ. എത്രയോ നല്ല നല്ല ആൾക്കാർ വെള്ളിയാഴ്ച രാവിലെ പോയല്ലോ. അവരുടെ മയ്യത്ത് കൊണ്ട് പള്ളിക്കാട്ടിൽ കബറടക്കി എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ ഇന്നും പറയുമല്ലോ, ആ മനുഷ്യന് പടച്ചവൻ നല്ല മരണം കൊടുക്കുന്നു. നിനക്കും അതുപോലെ പോകണ്ടേ, നിനക്കും അതുപോലെ പോകണ്ടേ. ഓരോ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി വരുമ്പോ എൻ്റെ പെങ്ങള് പറയും, കണ്ടോ പടച്ചവനൊരു നല്ല മരണം കൊടുത്തല്ലോ, പെങ്ങളെ നിനക്കും അതുപോലെ പോകണ്ടേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ മനസ്സുണ്ട്, നിനക്ക് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒരു നല്ല മരണമാ, ഒരു നല്ല മരണമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അവസാനമായി അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് പോകാൻ ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് പോകാൻ ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, സീരിയലിന്റെ നടിമാര മാത്രം അറിയുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പൊന്നുമോളെ, നിന്നെ പോലെ ഒരു പെണ്ണി ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിച്ചിരുന്ന പെങ്ങള്, വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്നെക്കാളും കാണാൻ അഴകുള്ള ഒരു പെണ്ണ് ജീവിച്ചിരുന്നു. എങ്ങനാ മരിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടാ മരിച്ചു പോയത്. ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഖുർആനിന്റെ ഒരു ആയത്തോടാ തീരുമാനിച്ചവര്, നിന്റെ മരണം എങ്ങനെയെന്നറിയുവോ? നീ പോകുന്നത് എങ്ങനെയെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പെണ്ണപ്പെട്ട പെങ്ങന്മാരോട്, ഒരു പെണ്ണ് നിന്നെ പോലെ ജീവിച്ചിരുന്നു. മഹ്ദി നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയുടെ അതാ നഫീസത്തുമാല വീട്ടിലുണ്ടെങ്കിലും നീ എടുത്തു വെച്ച് വായിക്കടേ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുമോള്, നിന്റെ ഉമ്മ ഒരുപാട് പാടിയുറക്കിയതാ, നിന്റെ ഉമ്മ ഒരുപാട് പറഞ്ഞു തന്ന കഥകളാ. പക്ഷേ ഇന്ന് മറന്നുപോയല്ലോ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഇതുപോലെ ഒരു വാല് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്തോട് കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തോട് കൊടുക്കുകയാ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ
ഈ ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല കരഞ്ഞ് 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 ബോധം കെട്ട് വീഴുകയാ. ശരീരം തളർന്ന് വീണ് പോവുകയാണ്. തനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് ഓടുകയാ. തന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് ഇങ്ങോട്ട് മാറ്റുകയാണ്. മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്ത് കൊണ്ടുവന്ന് വീടിനകത്തൊരു കുഴിയെടുക്കുകയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പാട്. എല്ലാ ദിവസവും നോമ്പുകാരിയാ. ആരുമറിയാതെ വീടിനകത്തൊരു കുഴി കൊത്തുകയാ. ഏത് കുഴിയെന്നറിയുമോ? അല്ലാഹുവേ, ഖബർ കുടിക്കുകയാണ്. ഖബറിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസാന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ. എല്ലാരും കരഞ്ഞത് ഖബർ കണ്ടല്ലേ. മഹാനായ ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഖബർ കാണുന്ന സമയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പള്ളിക്കാട്ടിൽ പോയി നിന്ന് ചിരിക്കുന്നവരുണ്ടല്ലോ, ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് തമാശ പറയുന്നവരുണ്ടല്ലോ. പൊന്നുമോനെ, ചിരിക്കല്ലേ, ഖബറിന്റെ ഓരത്ത് ചിരിക്കല്ലേ. 7 സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ആ ചിരിക്കാൻ പാടില്ലാത്ത 7 സ്ഥലങ്ങളിൽ ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? അത് ഖബറിന്റെ ചാരത്താ. പള്ളിക്കാട്ടിൽ ഖബറിന്റെ ഓരത്ത് നിന്നുകൊണ്ട് ആരെങ്കിലും ചിരിച്ചോ, നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ തല പട്ടിയുടെ തലയാട്. എല്ലാരും കരഞ്ഞ സ്ഥലമാണ് ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടല്ല വിട്ടു നീ കരയേണ്ടതാ. ഖബർ കണ്ടാലേ പേടിക്കടേ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കടേ. ഖബർ കണ്ടാ കരയടേ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖി വയളിബു അലാ സദരി. പള്ളിക്കാട്ടിൽ നിന്നെ കൊണ്ട് കുടിച്ചിട്ടതിനു ശേഷം അതിനകത്ത് നടക്കുന്ന അവസ്ഥയെക്കുറിച്ച്, അതിനകത്തുള്ള ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ചെറുപ്പക്കാരാ, തിന്നാ ഭക്ഷണമെടുത്ത് നിന്റെ ചുണ്ടിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോ, കുടിക്കാ വെള്ളം നിന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ അത് താഴെ വെച്ചിട്ട് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിക്കൊണ്ടല്ലോ അത് തിന്നാ നിന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ല പൊന്നുമോരേ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഖബർ കുടിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊലിച്ചൊലിച്ച് ഖബറിനകത്തുള്ള മണ്ണ് മുഴുവനും നനയുകയാണ്. അല്ലാഹുവേ, കരഞ്ഞുകൊണ്ട് ഖബർ കുടിച്ചിട്ട് ഖബറിന്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ വീടിന്റെ വെളിയിൽ പോയി ഒലുവെടുത്തിട്ട് നിസ്കാര മുസല്ലയെടുത്തുകൊണ്ട് ഖബറിനകത്തേക്ക് ഇറങ്ങുകയാ. അല്ലാഹുവേ, സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്തൊരു പെണ്ണിറങ്ങി നിന്നുകൊണ്ട് നിസ്കരിക്കുകയാ. എത്ര റക്അത്താ നിസ്കരിച്ചതെന്നറിയുമോ? 10,000 റക്അത്തോളം ഖബറിനകത്തുനിന്ന് നിസ്കരിച്ചു പെങ്ങളെ. എന്നിട്ട് തീരുന്നില്ല. നിന്റെ വീടിനകത്ത് അലമാരിക്കകത്ത് ടിവിയുടെ താഴെ പൊടിയടിച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ടിവി എല്ലാ ദിവസവും തുടയ്ക്കുമല്ലോ, പക്ഷേ ഖുർആനുണ്ടല്ലോ, അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും തുടച്ചു കളയില്ലല്ലോ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഖബറിനകത്തിറങ്ങി എന്നിട്ട് ഓതുകയാ, അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. അല്ലാഹുവേ, ഖബറിനകത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാ. 1 അല്ല 2 അല്ല 100 അല്ല 1000 അല്ല, എത്ര പ്രാവശ്യമാ ഓതി തീർത്തതെന്നറിയുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ സ്വന്തം കൈകൊണ്ട് ഖബർ കുടിച്ചിട്ട്
ആ കബറിനകത്തിറങ്ങിയിരുന്നിട്ട് 6000 പ്രാവശ്യം അല്ലാന്റെ ഖുർആൻ ഓതുകയാ. 6000 പ്രാവശ്യമാ ഖത്മ ഓതിയത്. എല്ലാ ദിവസവും നോമ്പുകാരിയാ, രാത്രി ഉറങ്ങാറില്ല. രോഗം പിടിച്ചിട്ട് കണ്ണ് കുടിഞ്ഞു പോടുകയാണ്, ശരീരം മുഴുവനും കറുക്കുകയാണ്, എല്ലുകൾ വെളിയിൽ കാണുകയാണ്. കുടുംബക്കാര് വന്നിട്ട് ചോദിച്ചു, സുന്ദരിയായ റഫീസ, പൊന്നുമോളെ എന്തിനാ നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? എന്ത് കാണാൻ എന്തഴകുള്ളവളായിരുന്നു റഫീസ, എന്തിനാ നീ ഉറക്ക വഴിയുന്നത്? നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ? നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ ഭർത്താവടക്കം കുടുംബക്കാരെ മുഴുവനും വന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞുകൊണ്ട് 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്. 30 കൊല്ലം കൊണ്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അല്ലാഹുവിനോട് ചോദിച്ചത് രണ്ട് കാര്യമാ. അല്ലാഹുവേ, ഒരു പെണ്ണ് 30 കൊല്ലം പടച്ചവരോട് ദുആ ചെയ്തത് സ്വർഗം കിട്ടാനല്ല, എന്തേ ദുആ ചെയ്തത്? അല്ലാഹുവേ, മരിക്കുന്ന ദിവസം എന്നവരെ നോമ്പുകാരിയാക്കണേ അല്ലോ. മരിക്കുന്ന ദിവസം നോമ്പ് പിടിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹിച്ചവളാ. രണ്ടാമത്തെ മോഹമെന്തേ? അല്ലാഹുവേ, ഖുർആൻ ഓതി മരിപ്പിക്കണേ അല്ലോ. മരിക്കുമ്പോഴും ഖുർആൻ ഓതി മരിക്കണം, മരിക്കുമ്പോഴും ഖുർആൻ ഓതി മരിക്കണം. സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിനകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതി കരഞ്ഞ് പടച്ചവരോട് 30 കൊല്ലം ദുആ ചെയ്യുകയാ. അവസാനം കുടുംബക്കാര് മടങ്ങിപ്പോയി. അവസാനം മരണത്തിന്റെ സമയമെത്തിയപ്പോ അല്ലാഹുവേ, വീടിന്റെ വെളിയിൽ പോയി കുളിച്ച് ശുദ്ധിയാവുകയാ. സ്വന്തമായിട്ടാ മയ്യത്ത് കുളിച്ചത്. നിന്നെ കുളിപ്പിക്കാൻ നിന്റെ മക്കളുണ്ടാകൂ? നിന്റെ മക്കൾ നിന്റെ മയ്യത്ത് കുളിപ്പിക്കൂ? സ്വന്തമായിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല മയ്യത്ത് കുളിക്കുകയാ. കഫൻ തുണിയും എടുത്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് വന്നിട്ട് ഇസ്രായേലിനെ കാത്തു കിടക്കുകയാ. അല്ലാഹുവേ, അസ്റായീൽ ഇറങ്ങി വരികയാണ്. അസ്റായീൽ ഇറങ്ങി വരികയാ. എങ്ങനാ വന്നതെന്നറിയുമോ? അവിടെ വന്നിട്ട് പറയുന്നു, റഫീസ, അല്ലാഹുവിനോട് സലാം പറഞ്ഞിരിക്കുന്നു. റഫീസ, ആരാ സലാം പറഞ്ഞതാരാ? വാപ്പാ, നീയും മരിക്കുമല്ലോ. അല്ലാഹു പറഞ്ഞു വിട്ട സലാമുമായിട്ട് വേണം അസ്റായീൽ വരേണ്ടത്. ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. അസ്റായീൽ പടച്ചവന് പറഞ്ഞു വിട്ട സലാമുമായി നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ വലിയല്ലാഹ് സലാം പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കടന്നു വരികയാണ്. നഫീസാന്റെ മുഖത്ത് വല്ലാത്ത ചിരിയാ. കാരണം മരിക്കുന്ന ദിവസം സുന്നത്ത് നോമ്പ. 30 കൊല്ലം കരഞ്ഞു ചോദിച്ചിട്ട് പടച്ചവൻ കൊടുത്തതാ. മരിക്കുന്ന ദിവസം സുന്നത്ത് നോമ്പുകാരിയാ. അല്ലാഹുവേ, കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ നഫീസാന്റെ കണ്ണ് നിറയുമ്പോ അസ്റായീൽ ചോദിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മോളെ നഫീസ, എന്തിനാ നീ കിടന്ന് കരയുന്നത്? പേടിക്കുന്നതെന്തിനാ? വിഷമിക്കുന്നതെന്തിനാ? കരയല്ലേ നഫീസ. ഒന്ന് നോക്കുമോളെ, ആകാശത്തിന്റെ 7 കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ സഫായി കാത്തു നിൽക്കുകയാ. ഇവരൊക്കെ നിൽക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുവോ?
ഇവരൊക്കെ നിൽക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? നിന്റെ റൂഹിനെ ഒന്ന് കൊണ്ടുപോകാനാ, നിന്നെ സ്വീകരിക്കാനാണ് നഫീസ. കരയല്ലേ, ഇർജിഇല റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇങ്ങനെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് നഫീസ. സ്വർഗം കണ്ടുകൊണ്ട് കിടക്കുകയാ. റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്തെത്തിയപ്പോ നഫീസയുടെ മനസ്സിലൊരു ചിന്ത വരുന്നു, അല്ലോ 30 കൊല്ലം പടച്ചവരോട് ദുആ ചെയ്തത് പോകുമ്പോ ഖുർആനോട് പോകണമെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മരിക്കാൻ വേണ്ടി ദുആ ചെയ്തവളാ. പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. അല്ലാഹുവേ, മരണത്തിന്റെ തൊട്ട് മുമ്പ് അല്ലാഹുവേ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോ വലത് കൈകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഒരു ആയത്തോതിയിപ്പോ നിനക്ക് ബോധണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, മുടിയെല്ലാം നിറച്ചല്ലോ, പ്രായമായല്ലോ, നിന്നെക്കാലം പ്രായം കുറഞ്ഞവരുടെ പള്ളിക്കാറ്റിൽ കിടക്കുകയല്ലേ, നീയും പോകേണ്ടവളാണല്ലോ. വെറുതെ പോയാ പോരാ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തോതിയിട്ടാ പോയത്. ഇന്ന് മുതൽ പഠിച്ചോ, നിനക്കും ഇതോതികെട്ട് മരിക്കണ്ടേ. ഈ ആയത്തോതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാഴ്ച രാവിലെ പരിച്ചിട്ട് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇവിടത്തെ പള്ളിക്കാട്ടിൽ ആരടി മണ്ണിനകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഇറക്കി വെക്കണ്ടേ. അല്ലാഹുവേ, തീരുമാനിക്കു ചെറുപ്പക്കാരാ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ഒരായത്തോതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട്, പടച്ചവന്റെ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട്, ആ സ്വർഗം കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പച്ചപ്പറവയെ പോലെ പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലെ പറന്നുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ ഒരേ ഒരായത്ത് പറഞ്ഞുതരാ. ഓതാ മനസ്സുണ്ട്, കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമുണ്ട്. നിനക്കൊരു നല്ല മരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഏതായത്ത് ഓതിയിട്ട് മരിക്കണം? മക്കളെ, ഒരു കാഫിറിനെ പോലെയാടാ നിന്റെ വാപ്പ ചാകുന്നതെന്ന് പറഞ്ഞിട്ട് മരിക്കണോ, സ്വർഗത്തിന്റെ ആയത്തോതി മരിക്കണോ? തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം, ആരും മറന്നാലും ഈ ഭൂമി നിങ്ങളെ മറക്കൂല. 2 കാല് ചവിട്ടിയിരുന്നല്ലോ, ആരും മറന്നാലും നിന്നെ ഈ ഭൂമി മറക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ മരിച്ച് പള്ളിക്കാട്ടി പോണവരല്ലേ? കബറടക്കാൻ പോകാറില്ലേ? മയ്യത്തിൻ്റെ കബറടക്കിയിട്ട് ആ കബറിൻ്റെ അടുക്കൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആളാരാ? നിങ്ങളാരും പള്ളിക്കാട്ടി പോയിട്ടില്ലേ? മയ്യത്തടക്കാൻ പോയിട്ടുണ്ടല്ലോ. ഞാൻ പറയണ മനസ്സിലാവണില്ല, എൻ്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും ഇല്ലല്ലോ, കാര്യം മനസ്സിലാവണല്ലോ. മയ്യത്തടക്കിയിട്ട് കബറിൻ്റെ ഓരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആളാരാ? പറയിപ്പോൾ ആരാ പോണേ? നിങ്ങൾ പറയും, ആരാ പോണത്? കണ്ടിട്ടില്ല? ഏറ്റവും അവസാനം പോകുന്ന ആളാരാ? പറയുന്നേ. എന്ത് മരിച്ചു വീട്ടിയിരിക്കണവരിക്കണത്? പള്ളിക്കാട്ടി. അതൊന്നും നോക്കാൻ സമയമില്ല, നീ ആയിരിക്കില്ലേ? അത് നോക്കാൻ ഇവിടെ സമയം. ഒന്നാമത് ഓടുന്നത് നിങ്ങളല്ലേ? ഇല്ലേ? കാണാനില്ലല്ലേ? ഞാൻ തന്നെ പറഞ്ഞുതരാം. കബറിൻ്റെ ഓരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് കബർ വെട്ടുന്നവനാ. എന്താ? മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൻ്റെ മമ്മട്ടിയും കൂന്താലിയൊക്കെ പറക്കൊണ്ട് പോകണ്ടേ. ഏറ്റവും അവസാനം പോകുന്നത് മയ്യത്തിൻ്റെ അടുക്കൽ നിന്ന് കബർ വെട്ടുന്നവൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാൻ്റെ റസൂല് പറയാ, ഞാനിത് പറഞ്ഞത് നീ മരിച്ച നിൻ്റെ മക്കൾ നിന്നെ എത്ര ദിവസം ഓർക്കും? ചില വീട്ടിൽ, നിങ്ങളുടെ നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ, വടക്കോട്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും മരിച്ച മക്കളൊക്കെ കൂടുതൽ പേരും ഗൾഫുകാർ. ഇവിടാണല്ലോ ഗൾഫുകാരില്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ കുറവാപ്പാ. നിങ്ങളുടെ നാട്ടുകാരിൽ പലരും ഗൾഫിലെ. വാപ്പ മരിച്ചെന്ന് പറഞ്ഞാൽ പറയും, അവിടെ വെച്ചേക്ക് ഫ്രിഡ്ജിൽ കയറ്റി, ഞാൻ വന്നിട്ട് അടയ്ക്കാൽ മതി വിളിച്ചു പറയും. ഈ പറച്ചൽ കേട്ടാൽ വിചാരിക്കും, അല്ലാഹു ഇവൻ എന്താ സ്നേഹം ഉമ്മയോടില്ലേ.
ഇവൻ വരുന്നത് വരെ വാപ്പാൻ്റെ മയ്യത്ത് ഉച്ചയ്ക്ക് മരിച്ച അല്ലെങ്കിൽ രാവിലെ മരിച്ച വാപ്പാൻ്റെ മയ്യത്ത് പിറ്റേ ദിവസം ളുഹർ വരെ കാത്തുവെക്കും. ഇവൻ എപ്പോഴെങ്കിലും വരും, ഇവൻ പോയി മയ്യത്ത് കാണും. ജനാസ കണ്ടു കഴിഞ്ഞു, പള്ളി കൊണ്ടുപോയി കബറടക്കി. 3 ദിവസം, 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമായി, അല്ലെങ്കിൽ ഒരു 7 ദിവസമായി. അപ്പം ഇവൻ വിചാരിക്കും, അള്ളാഹുവേ ലീവ് തീർന്നല്ലോ, തിരിച്ചു പോകണമല്ലോ അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് 40-ൻ്റെ അന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഒരു 70,000 അഫ്ളൽ ദിക്ർ പറഞ്ഞിട്ട് ഒരു ദുആയൊക്കെ നടത്തി പിരിയുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പോൾ വന്നിപ്പോൾ 7-ൻ്റെ അന്നോ 10-ൻ്റെ അന്നോ നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ട് ആ ഒരു ചടങ്ങ് അങ്ങ് അവസാനിപ്പിക്കും. 40-ൻ്റെ അന്നൊരു യാസീൻ ഓതിയാൽ തന്നെ വലിയ പുണ്യം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ, ഇവിടെ എങ്ങനെ അപ്പം ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നും കാണൂലല്ലോ അല്ലേ. ഇല്ല, ഇവിടുത്തെ അവസ്ഥയൊക്കെ തന്നെ. ഈ പുസ്തകമൊക്കെ വന്ന് എൻ്റെ പ്രിയമുള്ള സഹോദര, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം 40-ൻ്റെ അന്നൊരു യാസീൻ ഓതിയ വലിയ പുണ്യം. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് നിൻ്റെ മക്കൾ പോലും നിന്നെ ഓർക്കൂല, നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളെ ഓർക്കൂല. ഇപ്പം പിന്നെ അറിവ് കൂടിയിട്ട് ഇപ്പം മരിച്ചവർ, ഇന്നും ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് കരയുക, ഉസ്താദെ എൻ്റെ വീട് എൻ്റെ സഹോദരൻ ഇപ്പം പറയുന്നത് മരിച്ചവരാരും കേൾക്കൂല എന്നാ, ഇതിൽ വല്ലത്ത് അർത്ഥമുണ്ടോ ചോദിക്കുക. കൂടി അങ്ങ് തലയ്ക്ക് മുകളിൽ കയറി ശൈത്താനെ പോലെ മരിച്ചവരൊന്നും കേൾക്കൂല, ദ്വാ ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഞാൻ സംവാദങ്ങൾക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അള്ളാഹിൻ്റെ റസൂല് പറയുക, ഖുർആൻ ഓതാൻ തീരുമാനിച്ചവനെ നീ മരിച്ചതിൻ്റെ പേരിൽ ആര് കരഞ്ഞില്ലെങ്കിലും 40 ദിവസം ഈ ഭൂമി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 ദിവസം നിന്റെ ഭാര്യ അന്ന് ഓർത്തില്ലെങ്കിലും നിന്റെ മക്കൾ ഓർത്തില്ലെങ്കിലും 40 ദിവസം ഈ ഭൂമി നീ മരിച്ചതിൻ്റെ പേരിൽ കരയും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 പള്ളിയിലേക്ക് ജനാസ കൊണ്ടുപോകും. ആര് കൊണ്ടുപോകും? ചിലരൊക്കെ ഓർമ്മയുണ്ടല്ലോ, മയ്യത്ത് നോക്കുമ്പോൾ അള്ളാഹ് കാണുമ്പോൾ ഇതെന്താപ്പാ ചിരിച്ചുകൊണ്ട് കിടക്കണം ഇല്ലേ. ചില മയ്യത്തുകൾ ഒന്നും കൂടെ നോക്കും. ഈ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു ദിവസം വഅദിന് വന്നപ്പോൾ സമസ്തയുടെ മുഷാവർ അംഗമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അള്ളാഹു, ഒരു പാവപ്പെട്ട ഉസ്താദ്. കാണാൻ പോയി നോക്കി, പടച്ചോനെ, ഞാൻ സാധാരണ മയ്യത്ത് കാണാൻ പോകാറില്ല, എങ്കിലും ഒന്ന് പോയി നോക്കി, പടച്ചോനെ ഒന്നും കൂടെ നോക്കാം, ചിരിച്ചുകൊണ്ട് കിടക്കണം. ഞാൻ വിചാരിച്ചു മരിച്ചോ ഉറങ്ങുവാന്ന് തോന്നുന്നു. എൻ്റെ അനുഭവം, ആ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ട് കബറടക്കാൻ പോയപ്പോൾ പള്ളിക്കാട്ടി കൊണ്ട് മയ്യത്ത് വെച്ചിട്ട് എല്ലാവരും അവിടെ കാത്തു നിൽക്കുക. ഞാൻ വിചാരിച്ചു, പടച്ചോനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ ഇനി പുതിയ എന്തെങ്കിലും നിയമമുണ്ടോ എന്നറിയില്ലല്ലോ. കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചു എന്തേന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് മക്കളോട്, ഉസ്താദ് പറഞ്ഞു അത്രേ, എൻ്റെ മയ്യത്ത് ബാങ്ക് വിളിക്കുമ്പോഴേ ഇറക്കി വെക്കാവൂന്ന്. സ്വന്തം മക്കളോട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ച് എൻ്റെ മയ്യത്ത് നിങ്ങൾ പള്ളി കൊണ്ടുവെക്കണം, ബാങ്ക് വിളിക്കുമ്പോൾ കബറി ഇറക്കി വെക്കണം, വിളിച്ച് തീരുമ്പോൾ പലക നിരത്തിയിട്ട് മണ്ണിട്ടിരിക്കണമെന്ന് സ്വന്തം മക്കളോട് പറഞ്ഞിട്ടാ പോയെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ മരിച്ച് അള്ളാഹിൻ്റെ റസൂല് പറയുന്നു നിന്റെ ജനാസ ചുമക്കുന്നത് മലക്കുകളായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആര് ചുമക്കും? പാവപ്പെട്ട നിന്റെ മലക്ക്. നിന്റെ മയ്യത്ത് പള്ളി കൊണ്ടുവരുമ്പോൾ മലക്ക് റോഡിൽ കൂടെ ചുമന്നുകൊണ്ട് പോകണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5, ഈ നാട്ടിൽ കബറ് കുടിക്കുന്ന മനുഷ്യനോട് നാളെ രാവിലെ പോയിട്ട് ചോദിക്കണം, ഇക്ക ആർക്കെങ്കിലും വേണ്ടി കബറ് കുടിച്ചപ്പോൾ മണ്ണിന് വല്ല സുഗന്ധം ഉണ്ടായിരുന്നു? ഈ നാട്ടിലെ കബറ് കുടിക്കുന്ന ആളോട് ചോദിക്കണം, ഈമാനുണ്ടെങ്കിൽ ചോദിക്കണം, ആരുടെയെങ്കിലും കബറ് കുടിച്ചപ്പോൾ ആ കബറിനകത്ത് നിന്നും സുഗന്ധം അടിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ, അവനെ കബറടക്കുന്നതിന് വേണ്ടി മണ്ണ് കുഴിക്കുമ്പോൾ അതിനകത്ത് സ്വർഗത്തിൻ്റെ വാസനയുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അങ്ങനെയുള്ള കബറായി സ്വീകരിക്കുമാറാകട്ടെ. 6ാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്തടക്കാൻ കബറ് വെട്ടാൻ വേണ്ടി പള്ളിക്കാട്ടി പോകുമ്പോൾ പള്ളിക്കാട് പരസ്പരം നിന്റെ ശരീരത്തിന് വേണ്ടി തമ്മിലടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കബറടക്കാൻ വേണ്ടി, കബറ് കുഴിക്കാൻ വേണ്ടി ഇവിടുത്തെ മനുഷ്യൻ മമ്മട്ടിയും കൂന്താലിയും എടുത്തുകൊണ്ട് പള്ളിക്കാട്ടി പോകുമ്പോൾ അവിടെ പൂക്കുറ്റി യുദ്ധം നടക്കുക. എന്തിനു വേണ്ടി? സ്വത്തിന് വേണ്ടിയല്ല. വീട്ടിൽ മക്കളടിക്കുക, വീട്ടിൽ വാപ്പ മരിച്ചടക്കം മക്കൾ സ്വത്തിന് വേണ്ടി അടിക്കുക. ആ സമയത്ത് പള്ളിക്കാട് മത്സരിക്കുക. ആർക്ക് വേണ്ടി? ആ മനുഷ്യൻ്റെ ശരീരം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പള്ളിക്കാട് തമ്മിലടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ആർക്ക് വേണ്ടി? ഖുർആൻ ഓതുന്ന നിനക്ക് വേണ്ടി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം, ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തുൽ കുർസി എന്ന് പറയും ഒരായത്തുണ്ട്. ഖുർആനിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അതാര് എല്ലാ ദിവസവും ഓതുന്നോ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്, അറിയില്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ. ഈ ആയത്ത് എല്ലാ ദിവസവും ആരോതുന്നു അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതിക്കൂടെ? ഒന്ന് കുലുക്ക്, തലയെങ്കിലും ഒന്ന് കുലുക്ക്. ഇൻഷാ അല്ലാഹ്. എപ്പോഴാ ഓതണ്ടേ? ചെറുപ്പക്കാരൊക്കെ പറയും, ഉസ്താദെ അപ്പം ഇനിയിപ്പം നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരായത്തോതിയാ സ്വർഗം കിട്ടുമല്ലോ, എന്തിനായി കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ? ഒറ്റ ആയത്തോതിയാൽ തന്നെ സ്വർഗം കിട്ടും. ഇതെപ്പോഴാ ഓതണ്ടേ? അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നിസ്കാരപ്പായിരുന്ന ഓതേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പം നിങ്ങളൊക്കെ നന്നായി. ഇനി ഒരു കടമ്പം കൂടെ ഉണ്ട്, നിങ്ങളുടെ മക്കളെ കൂടെ നന്നാക്കണ്ടേ? നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മുടെ മക്കളെ നന്നാക്കണം. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. പഠിപ്പിക്കൂലേ? അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന വാപ്പ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ആയുസിൻ്റെ നല്ല കാലം മുഴുവനും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഒരാളെങ്കിലും ആ മക്കളെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവണ്ടേ? ഒരു ഉപയോഗമെങ്കിലും ഉണ്ടാകണ്ടേ? നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ, മക്കളെ ഹാഫിളാക്കാൻ ആഗ്രഹമുള്ളത്. അള്ളാഹു ആയാലും കാരണം എന്തെന്നറിയോ? എല്ലാവരും ഒന്നും പൊക്കൂല. കാരണം അത് പൊക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. നിനക്കറിയില്ല, ഒരു 10 സൂറത്ത് കാണാതോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ധൈര്യമുണ്ടോ ഈ സദസ്സിൽ നിന്ന് നേരെ ഇവിടുത്തെ പള്ളിക്കാട്ടിൽ വാപ്പ കടപ്പുണ്ട്, കബറിൻ്റെ ഓരത്ത് പോയി നിന്നട്ടെ, കാണാതെ ഒരു യാസീൻ ഓതാൻ അറിയാവോ തെറ്റാതെ? നീ ഇത്രയ്ക്ക് നിങ്ങൾക്ക് ആലോചിക്കുപ്പാ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ പറയുമ്പോൾ 1000 നാവ കണ്ണ് നിറഞ്ഞൊഴുകും. ഉപ്പാനെ കുറിച്ച് പറയും, ഉമ്മാനെ കുറിച്ച് പറയും, ഇല്ലേ? ആ ഉമ്മാടെ കബറിൻ്റെ ചാരത്ത് എന്നിട്ട് ഒരു യാസീൻ, കൂടുതൽ ഹത്തൊന്നും ഓതണ്ട, ഒന്ന് തെറ്റാതെ ഓതാൻ അറിയാവോ? കാണാതെ. ആർക്കറിയാം? അറിയൂല. നീയും ഇതുപോലെ അവിടെ പോയി കിടക്കും. അന്ന് നിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരേ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാ. വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറാത്തവൻ പോലും ജുമുഅ നമസ്കരിക്കാൻ പോകുന്ന ദിവസമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, വെള്ളിയാഴ്ച ദിവസം 2 മലക്കുകൾ പള്ളിക്കാട്ടിൽ പോകുന്നുണ്ട്. നീ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ്, നീ ജുമുഅയ്ക്ക് പോകുന്നതിന് മുമ്പ് 2 മലക്കുകൾ പള്ളിക്കാട്ടിൽ പോകുന്നുണ്ട്. 2 കയ്യിലും ബുക്ക് വെച്ചുകൊണ്ടാ പോകുന്നത്, വലിയ കിതാബ് വെച്ചുകൊണ്ടാ പള്ളിക്കാട്ടിൽ പോകുന്നത്. വാപ്പയെ വിളിച്ചുണർത്തുകയാ, ഉമ്മയെ വിളിച്ചുണർത്തുകയാ. 2 പേരെയും വിളിച്ചുണർത്തിയിട്ട് മലക്ക് പറയുന്നത് എന്തെന്നറിയുമോ? ഏത് മറന്നാലും എന്റെ മക്കളെ ഇത് മാത്രം മറക്കല്ലേ. നീ വിചാരിക്കുന്ന തെറ്റ് ചെയ്യുന്നത് ആരും അറിയുന്നില്ലെന്ന് കരുതുന്നുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, വെള്ളിയാഴ്ച ദിവസം പള്ളിക്കാട്ടിൽ കിടക്കുന്ന മാതാപിതാക്കളുടെ ചാരത്തേക്ക് മലക്കുകൾ ചെന്നിട്ട് പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ വാപ്പാറടി മണ്ണിനകത്താ, എന്റെ ഉപ്പാറടി മണ്ണിനകത്താ. ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം എന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്തേക്ക് ഒരു മലക്ക് ചെന്നിട്ട് പറയും, മനുഷ്യ, നിങ്ങളുടെ പൊന്നുമോൻ സിറാജുണ്ടല്ലോ, അല്ലാഹുവേ, അവൻ നിസ്കരിച്ചിട്ടുണ്ട്, അവന് ദിക്റുകൾ പറയുന്നുണ്ട്, അവൻ ഖുർആൻ ഓതുന്നുണ്ട്, അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത സർവ്വ നല്ല കാര്യവും എന്റെ ഉപ്പാന്റെ മുന്നിൽ മലക്ക് കൊണ്ട് കാണിക്കുമ്പോ മരിച്ചുപോയ എന്റെ ഉപ്പാന്റെ മുഖത്ത് വല്ലാത്ത ചിരിയാ. എന്റെ ഉപ്പ 14 രാവിലെ ചന്ദ്രൻ പിണങ്ങുന്നത് പോലെ എന്റെ ഉപ്പയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശവാ. അതിനകത്ത് കിടന്നിട്ട് എന്റെ ഉപ്പ പറയും, റബ്ബേ, ഇങ്ങനെ ഒരു പൊന്നുമോട് നിക്ക് ജനിച്ചല്ലോ അല്ലാ, അവനെ കാക്കണേ അല്ല. എന്റെ ഉപ്പ പള്ളിക്കാട്ടിൽ കിടന്നിട്ട് വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുകയാ. പക്ഷേ 2ാമത്തെ മലക്ക് ചെന്നിട്ട് പറയും, മനുഷ്യ, നിങ്ങളുടെ പൊന്നുമോ കള്ളു കുടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പൊന്നുമോ വ്യഭിചരിച്ചിട്ടുണ്ട്, അവന് പലിശ തിന്നിട്ടുണ്ട്. പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും അവരെ പള്ളിക്കകത്ത് കയറില്ല, അവൻ നിസ്കരിക്കൂല, അവൻ അഹങ്കാരികളെ പോലെ നടക്കുകയാണെന്ന് മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ ഉപ്പ കബറിനകത്ത് കിടന്ന് കരയുകയാ.
എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉമ്മ അവിടെ കിടന്ന് കരയുകയാ, നിങ്ങളുടെ പതിരകത്ത് കിടന്ന് കരയുകയാ. ആരും അറിയാതെ തെറ്റുകൾ ചെയ്തിട്ട് അഹങ്കാരികളെ പോലെ നടക്കുന്ന പൊന്നുപോലെ, ഈ വെള്ളിയാഴ്ച ദിവസം നിന്റെ ഉമ്മയുടെ മുന്നിലേക്ക് മലക്ക് ചെന്നിട്ട് കാണിച്ചു കൊടുക്കുമ്പോ, നീ ചെയ്തു കൂട്ടിയ വൃത്തികാട് മുഴുവനും കാണിച്ചു കൊടുക്കുമ്പോ, ഉമ്മ അവിടെ കിടന്ന് കരന്നുകൊണ്ട് പറയുമല്ലോ, 9.5 മാസക്കാലം ഇവളെയാണല്ലോ ഞാൻ ചുമന്നത്, ഇവളെയാണല്ലോ മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത്, ഇവളെയാണല്ലോ ഞാൻ ക്ഷീണിച്ച് കിടക്കുമ്പോഴും തളർന്നു കിടക്കുമ്പോഴും പാല് കൊടുത്ത് വളർത്തിയെടുത്തത്. ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിനകത്ത് ജനിച്ചല്ലോ അല്ലോ. പള്ളിക്കാട്ടിൽ കിടന്ന് കരയുകയാ, നിന്റെ വാപ്പ കരയുകയാ, നിന്റെ ഉമ്മ കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, മരിച്ചവരെ കരയിപ്പിക്കല്ലേ, മരിച്ചവരെ കരയിപ്പിക്കല്ലേ. ചിന്തിക്ക സഹോദരാ, ഈ വെള്ളിയാഴ്ച രാവിലെ പോകുമല്ലോ, നിന്റെ വാപ്പ കബറിനകത്ത് കിടന്ന് കരയുവോ, നിന്റെ ഉമ്മ കബറിനകത്ത് കിടന്ന് ചിരിക്കുവോ? അവരെ വേദനിപ്പിക്കല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതിക്കോ, ദിക്റുകൾ പറഞ്ഞോ, സദഖകൾ കൊടുത്തോ, ദുആ ചെയ്തോ. ഇല്ലെങ്കിലും നീയും ഇതുപോലെ പോയി കിടക്കണ്ടവനാ. അതുകൊണ്ട് ഈ പാതിരാത്രി സ്വർഗത്തിലിരുന്ന് ഉസ്താദേ, എന്റെ മക്കളിൽ ഒരാളെയെങ്കിലും ഖുർആൻ പഠിപ്പിക്കൽ, എന്റെ മക്കളിൽ ഒരാളെയെങ്കിലും ഞാൻ ഹാഫിളാക്ക് തീരുമാനമെടുത്ത ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. നിന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിച്ച, നിന്റെ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിച്ച കിട്ടുന്ന പ്രതിഫലം എന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവൻ മരിക്കുന്ന സമയമുണ്ടല്ലോ, അവൻ മരിക്കുന്ന സമയമുണ്ടല്ലോ, സ്വർഗത്തിലെ വീട് കണ്ടേ മരിക്കൂപ്പേ. നിന്റെ പൊന്നുമോ മരിക്കുന്നത് സ്വർഗത്തിൽ അവന് കിട്ടേണ്ട പ്രതിഫലം കണ്ടട്ടാ. എല്ലാവരെയും കരയിപ്പിച്ചിട്ട്, എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ അവന് പോകുമുപ്പേ. അവൻ മരിച്ചതിന്റെ പേരില് ആകാശം കരയുകയാ, ഭൂമി കരയുകയാ, മരങ്ങള് കരയുകയാ, ഇലകള് കരയുകയാ, പുൽച്ചെടികള് കരയുകയാ, മണൽത്തരികള് കരയുകയാ. ഇവരെ എല്ലാവരെയും കരയിപ്പിച്ചിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് അവര് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകാനുള്ള ഭാഗ്യം കിട്ടുകയാ. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? നിന്റെ പൊന്നുമോന്റെ മയ്യത്ത് കുളിപ്പിച്ച് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കുമല്ലോ. അവനെ കബറിനകത്ത് കൊണ്ടുവെക്കുമ്പോ അവനെ കബറിഞ്ഞൊരുക്കൂല. അവനെ കബറിഞ്ഞൊരുക്കുന്നത്, അവനെ കബറിഞ്ഞൊരുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നുമക്കളിൽ ഒരാളെയെങ്കിലും നീ ഒന്ന് ഖുർആൻ പഠിപ്പിച്ച, ആരുടെ മണ്ണിനകത്ത് നിന്റെ പൊന്നുമോന്റെ ശരീരം കൊണ്ട് വെക്കുമ്പോ, നീ പണ്ട് പാല് കൊടുക്കുന്ന സമയത്ത് നിന്റെ മടിയിൽ വെച്ച് തലോടിയതുപോലെ കബറിഞ്ഞൊരുക്കുകയാ. അവന് കബറിനകത്ത് ചോദ്യമില്ല, അവന് കബറിനകത്ത് ചോദ്യമില്ല. നിന്റെ പൊന്നുമോന്റെ ശരീരം പുഴുക്കള് തിന്നൂല. ഖുർആൻ പഠിച്ച പൊന്നുപോലെ ഈ നാട്ടിലെ ഒരു ഹാഫിലിന്റെ കബറ് എത്ര കൊല്ലങ്ങളിൽ നിങ്ങൾ പോയി പൊളിച്ചു നോക്കിയാൽ അവന്റെ ശരീരത്തെ ധരിച്ചിരിക്കുന്ന വെള്ളത്തുണി പോലും കീറൂല. അവന്റെ ശരീരം പുഴുക്കള് തിന്നൂല. ആരുടെ മണ്ണിനകത്തവൻ കിടന്ന് മുതുമണവാളരെ പോലെ ഉറങ്ങുകയാ. ഇന്ന് കബറടക്കിയതുപോലെ അവന് കബറിനകത്ത് കിടക്കുകയാ. മൂന്നാമത്തെ പ്രതിഫലമെന്ത്? നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എല്ലാരും എഴുന്നേറ്റ് വരുമല്ലോ. എങ്ങനാ വരുന്നത്? പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ കോലത്തില്, പിന്താരത്ത് കൊടികൊത്തി വെച്ച് വരുന്നവൻ, ഇടഞ്ഞു വരുന്നവൻ, നടന്നു വരുന്നവൻ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവൻ, ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവൻ, 41 കോലത്തില് പടച്ചവന്റെ കോടതിയിലെ കടന്നു ചെന്നിട്ട് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാരും കരയുന്ന ദിവസമുണ്ടല്ലോ.
ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകത്ത് നിന്റെ പൊന്നുമോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് തന്റെ തലയുടെ മുകളിലിരിക്കുന്ന പച്ചമണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അവൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരികയാ. ഖുർആൻ പഠിച്ച നിന്റെ പൊന്നുമോ നടന്നു വരുമ്പോ അല്ലാഹു നിങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയാണ്, നിങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയാ. അവൻ അടുത്തേക്ക് വരുമ്പോ അല്ലാഹു പറയുന്ന പോലെ അതാണടാ നിനക്കുള്ള പ്രതിഫലം, അതാണടാ സ്വർഗം. പൊക്കോ പൊന്നുമോരെ, പൊക്കോ പൊന്നുമോരെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പൊന്നുമോന് വിചാരണയില്ല. അല്ലാഹു അവനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കൂല, എന്തിനാടാ അങ്ങനെ ചെയ്തത്, എന്തേ നിസ്കരിച്ചില്ല, എന്തേ ദിക്റ് പറഞ്ഞില്ല, എന്തേ വഅദ് കേട്ടില്ല. അല്ലാഹു നിന്നെ പൊന്നുമോനെ വിളിച്ചു നിർത്തിയിട്ട് ഹിസാബ് ചെയ്യൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഖുർആൻ പഠിച്ചവന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുകയാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ടവരെ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? നിന്റെ പൊന്നുമോ നടന്ന് നടന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തി, സ്വർഗത്തിന്റെ മുന്നിലെത്തി. റിദ്വാൻ എന്ന മലക്ക് സലാം പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയോ. അവന്റെ കാലെടുത്തതിനകത്ത് വെക്കുകയാണ്, വലത് കാലെടുത്ത് സ്വർഗത്തിൽ വെക്ക്. മുമ്പിലാണെങ്കിൽ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാ. പുറകോട്ട് തിരിഞ്ഞു നോക്കുക, വെച്ച കാല് സ്വർഗത്തിൽ നിന്ന് എടുത്തുകൊണ്ട് മടങ്ങി വരികയാണ്. നിന്റെ പൊന്നുമോ കരഞ്ഞുകൊണ്ട് വരികയോ. അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹു ചോദിക്കും, എന്തിനാടാ കരയുന്നത്, എന്തിനാ കരയുന്നത്? നിനക്ക് ഞാൻ സ്വർഗം തന്നല്ലോ, നിനക്ക് ഞാൻ സ്വർഗം തന്നല്ലോ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുമല്ലോ, എന്റെ വാപ്പയുണ്ടല്ലോ, എന്റെ വാപ്പയുണ്ടല്ലോ, എന്റെ ഉമ്മയുണ്ടല്ലോ, എന്റെ ഭാര്യ മക്കളുണ്ടല്ലോ, കൂടപ്പറപ്പുണ്ടല്ലോ, ഇവരെല്ലാവരും നരകത്തിലാണ്. അല്ലോ, അവരൊക്കെ നരകത്തിന്റെ തീക്കകത്ത് കിടക്കുമ്പോ എനിക്ക് സ്വർഗം വേണ്ട പടച്ചവരെ, എനിക്ക് സ്വർഗം വേണ്ട, എനിക്കതിനകത്ത് പോയി സമാധാനത്തോടെ കഴിയൂല, അതുകൊണ്ട് ഞാൻ പോകൂല പടച്ചവരെ. എന്റെ ഉമ്മയുടെ കൂടെ എന്നെയും നരകത്തിലെറി, എന്റെ വാപ്പയുടെ കൂടെ എന്നെയും നരകത്തിലെറി. പടച്ചവന്റെ മുന്നിൽ നിന്ന് ഖുർആൻ പഠിച്ച പൊന്നുമോ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവന് പറയുന്നു, മോനെ കരയല്ലേ, മോനെ കരയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചവൻ അവരോട് പറയും, നരകത്തിലേക്ക് ചെന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള 40 പേരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകോ. അല്ലാഹു പറയുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഒറ്റ ഹാഫിള് മതി, അവൻ എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ? 40 പേരെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 പേരെ അല്ല വാപ്പ, ഒരെണ്ണം മതി നിന്റെ വീട്ടിൽ. നിന്റെ മക്കളിൽ ഒരുത്തനെ ഹാഫിളാക്കാൻ മതി, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം അവന് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ പദവി, സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി നിന്റെ മോന. സ്വർഗത്തില് ഏറ്റവും വലിയ പദവികളിലിരിക്കുന്നവരിൽ നിന്റെ പൊന്നുമകനും ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുക, അള്ളാഹിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഹാഫിളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ, ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിളിന് കിട്ടുന്ന അവസാനത്തെ പ്രതിഫലം എന്തെന്നറിയും? അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച ഒരു മകൻ എപ്പം അള്ളാഹിനോട് കൈനീട്ടി ചോദിച്ചാലും അവൻ ചോദിക്കുന്നത് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവൻ അള്ളാഹിനോട് എപ്പോൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കും. അതാണ് ഏറ്റവും വലിയ പുണ്യം. തൻ്റെ മക്കള് അള്ളാഹുവേ ഖുർആൻ, നമ്മൾ കഅബയുടെ മുന്നിൽ പോയി ചോദിച്ചാലും അള്ളാഹ് തരൂലല്ലോ. ഇവിടെ നിന്ന് പൈസ മുടക്കി കഅബ കാണുമ്പോൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരൂല. അവിടെ പോയി ചോദിച്ചാൽ പോലെ റബ്ബ് തരൂല. കാരണം എന്തേ? നമ്മുടെയൊക്കെ അല്ലേ ആൾക്കാർ. പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ 6666 ആയത്ത് നെഞ്ചത്ത് കൊണ്ട് നടക്കുന്ന പൊന്നുമോൻ, അവൻ കരഞ്ഞ അള്ളാഹിനെ സഹിക്കൂല. അവൻ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എൻ്റെയും ജീവിതത്തിൽ അത് തന്നെ ആഗ്രഹം, എൻ്റെയും ജീവിതത്തിൽ അത് തന്നെ ആഗ്രഹം. എനിക്ക് അള്ളാഹു ഒരു പൊന്നുമോനെ തന്നിട്ടുണ്ട്.
ഈ വയലിൻ്റെ സദസ്സിൽ 29ാമത്തെ വയസ്സിലും ഈ സുഖമില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ ശബ്ദവാ എൻ്റെ ആയുസായി ചെലവഴിക്കുന്നത്. പക്ഷേ എനിക്കൊരാഗ്രഹമുള്ളൂ, എൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് നിസ്കരിച്ചത് ഒരു ഹാഫിള, എൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് നിസ്കരിച്ചത് ഹാഫിള. അതിൻ്റെ മഹത്വവും അതിൻ്റെ പവിത്രത എനിക്കറിയാം. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 8 മക്കളാണ്, 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എൻ്റെ വാപ്പായ്ക്ക് ഖുർആൻ ഓതാനൊന്നും അറിയില്ല. പടച്ചനെ മേശരി പണിയും ഹോട്ടൽ ജോലിയൊക്കെ ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ എല്ലാവരെയും 6 മക്കളെയും ഖുർആൻ പഠിപ്പിച്ചു, 6 പേരെയും ഹാരിമീങ്ങളാക്കി. എല്ലാവരും ഉസ്താദന്മാരാണ്. ആ മനുഷ്യൻ പോയപ്പോൾ നല്ല രീതിയിലാണ് പോയത്. ആ മനുഷ്യൻ പോയപ്പം വലിയ രീതിയിലാണ് പോയത്. എനിക്കും പോകുമ്പോൾ അതുപോലെ പോകാൻ ആഗ്രഹമുണ്ട്. റബ്ബ് സാധിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് ഉപ്പാ പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ, നിന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഇരിക്കണ ഹത്തീബിൻ്റെ കൈ പിടിച്ചിട്ട് നിന്റെ മോൻ പറയണം, ഉസ്താദേ ഞാൻ നിസ്കരിക്കും, മാറി നിൽക്ക്, എൻ്റെ ഉപ്പാൻ്റെ മയ്യത്തിൻ്റെ ഇമാമത്ത് ഞാൻ നിൽക്കും എന്ന് പറയുന്നൊരു പൊന്നുമോൻ നിനക്ക് വേണം. എന്ന് ആലോചിക്ക്. പള്ളി കൊണ്ട് ജനാസ വെക്കുമ്പോൾ മക്കൾ വന്നിട്ട് പറയും ഞാൻ നിസ്കരിക്കാം. ആരാ നിസ്കരിക്കണം? മുതുകുടിയൻ, കള്ളു കുടിച്ച് അടക്കുന്ന ഇമാത്തിക്കും. സ്ഥാനത്ത് മാറിക്കാൻ പറയാൻ വഴിയോ? പള്ളിയിലെ ഖത്തീബിനെ പറയാൻ പറ്റുമോ? മക്കളി കള്ളു കുടിക്കുന്നവൻ, വ്യഭിചരിച്ച് അടക്കുന്നവൻ, പലിശ തിന്നുന്നവൻ കയറി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ ആർക്ക് പറയാൻ പറ്റും? പറ്റൂല. നീ കടന്ന് കരയേണ്ടി വരും അവിടെ കടന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച ഒരു പൊന്നുമകൻ, ആര് കരഞ്ഞില്ലെങ്കിലും നിന്റെ മക്കൾ കരയല്ലോ. ആര് കരഞ്ഞില്ലെങ്കിൽ എൻ്റെ മോൻ, ഞാൻ മരിച്ച എൻ്റെ മോൻ കരയുമല്ലോ. അവൻ എൻ്റെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു, പടച്ചവൻ്റെ ഉപ്പാന് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്താ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അവൻ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരിക്കണം. അള്ളാഹു അവനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. ഇതുപോലൊരാഗ്രഹം നിങ്ങൾക്കും വേണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, നീ കഷ്ടപ്പെട്ട് പ്രസവിച്ച് ഇത്രയൊക്കെ വളർത്തിയ ആ മക്കൾക്ക് നിനക്കെന്തെങ്കിലും വേണ്ടേ? നിങ്ങൾക്കെന്തെങ്കിലും വേണ്ടേ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീകളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വേറൊന്നുമില്ല, പിരിവൊന്നുമില്ല. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിൽ വരുന്നു. കയ്യിലുള്ളതിലൊരു നല്ല സദക്ക. അള്ളാഹു പടച്ചനെ ഒരു നല്ല മരണം തരണേ അള്ളാഹ്. പോകുമ്പോൾ എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകണം. ചിരിക്കുന്ന മുഖത്തോടെ സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് എൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ ഒരുപാട് നല്ല ആൾക്കാർ പങ്കെടുക്കണമെന്ന നീയത്തോടെ ഒരു നല്ല സദക്ക എടുത്തിടുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മു റഹീമായ പടച്ചവൻ ആരൊക്കെ സദക്ക ചെയ്യുന്നു അള്ളാഹു അവർക്കൊക്കെ ഒരു നല്ല മരണം കൊടുക്കണേ തമ്പുരാൻ. ബക്കറ്റൊന്നും ഇല്ലേപ്പാ, നിങ്ങളൊക്കെ റോഡിൽ നിൽക്കണം. അടുത്ത് പെട്ടെന്ന് എടുത്തോ ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തി, 10 മണിയായി, അതിനപ്പുറം ഇല്ല. പെട്ടെന്ന് ഒരു ബക്കറ്റ് എടുക്കും ഇൻഷാ അല്ലാഹ്. ഓടിപ്പോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്, എല്ലാവരും ഒന്ന് ഇട്ടേ. ചുമ്മാതിട്, പൈസ വേണ്ട, പോക്കറ്റിൽ കൈയിട്ടെ. ഇടുന്നേ ചുമ്മാതെ. എന്താണ് പെട്ടെന്നില്ല, പെട്ടെന്നോ മോനെ. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്. തലയുടെ മുകളിൽ 2 മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ നോക്കിക്കോ. നീ എന്തെങ്കിലും ഇതിനകത്തിട്ട ഒരു മലക്ക് ദുആ ചെയ്യും, പടച്ചനെ അല്ലാ ബർക്കത്ത് ചെയ്യണേ അല്ലാ, പാവപ്പെട്ടവനെ ഇല്ലാഞ്ഞിട്ടും കൊടുത്ത് പടച്ചനെ വാരിക്കൂരി കൊടുക്കാൻ. ബക്കറ്റ് വരുമ്പോൾ ഉറക്കം തൂങ്ങി കയ്യും കെട്ടിയിരുന്ന മലക്ക് ദുആ ചെയ്യും, പടച്ചനെ ഉണ്ടായിട്ടും കൊടുക്കാത്തവനാ, നീയും ഇതുപോലെ പിടിച്ചിവനെ ഒന്ന് എത്തിങ്കാനിലാക്കണേ. എന്തിനാ വെറുതെ പണി ചോദിച്ചു വാങ്ങുന്നത്? ബിസ്മില്ലാ. എല്ലാവരും ഒരു നല്ല സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കച്ചവടത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും ആയുസ്സിലും അള്ളാഹു നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് ഇപ്പം ഇല്ല. എല്ലാ സദസ്സിലൊക്കെ പിരിക്കാൻ വയ്യ, പേടിയാ. വയലിൻ്റെ സദസ്സുകളിലൊന്നും പിരിവില്ല. കാരണം എന്തേ? എല്ലാം സാമ്പത്തിക ഞെരുക്കത്തിലാണ്. എല്ലാവരും സാമ്പത്തിക ഞെരുക്കത്തിലാണ്. കാരണം എന്തേ? അള്ളാഹിനെ ആരും ഓർക്കാറില്ല, പിന്നെന്തിനാ പടച്ചൻ തരണേ അല്ലേ? അള്ളാഹുവിനെ ആരും ഓർക്കാറില്ല, പിന്നിങ്ങനെ പടച്ചൻ നമുക്ക് തരുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ബർക്കത്ത് വേണമെന്ന് അതിനും പിശുക്കന്മാരുണ്ടോപ്പാ? കൈപൊക്ക. ബർക്കത്ത് എന്താണെന്ന് അറിയാത്തണ്ടായിരിക്കില്ലേ ദിവസം? ബർക്കത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നീ പൊക്കാത്തത് അല്ലേ? അതാണ് ബർക്കത്ത് എന്തെന്നറിയോ? ബർക്കത്ത് എന്തെന്നറിയോ? ഞാൻ എൻ്റെ പള്ളിയിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഒരു മോദിമാമ ഉണ്ടായിരുന്നു അവിടെ. ഈ മനുഷ്യന് ശമ്പളം 5200 രൂപ. അന്ന് 1 കിലോ അരിക്ക് 31 രൂപ വിലയുണ്ട്. 6 പെമ്മക്കളായി ഈ മനുഷ്യന് വീട്ടിലുള്ളത്. ഞാൻ ചോദിച്ച്, നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടിച്ചു വെച്ചോട്ടെ. കാരണം ഇദ്ദേഹം ശമ്പളം ചോദിച്ചാലേ മറ്റുള്ള ഉസ്താദന്മാർക്കൊക്കെ ശമ്പളം കൂട്ടത്തുള്ളൂ. ഇയാളാണെങ്കിൽ കൊന്നാ ചോദിക്കത്തില്ല. അങ്ങനെ ആയപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞ് ഞാനെന്ന് ഈ മനുഷ്യനെ ഉപദേശിക്കാൻ പോയി. 6 പെമ്മക്കളല്ലേ വാപ്പച്ചി, ഒന്ന് കൂട്ടിച്ചു വെച്ചൂടെ എന്ന് വെച്ചപ്പോൾ ഇയാൾ എന്നോട് പറയാ, 1200 രൂപയ്ക്ക് തുടങ്ങിയതാണ് ഞാൻ ഈ പണി. എനിക്കാണെങ്കിൽ കുടുംബ സ്വത്തെന്ന് പറയാൻ ഒന്നുമില്ല മോനെ. ഞാനാണെങ്കിൽ എൻ്റെ 6 പെമ്മക്കളെയും 10ഉം 20ഉം പവൻ കൊടുത്തിട്ടാണ് കെട്ടിച്ചേ. 1 രൂപയുടെ കടവും എനിക്കില്ല. 1 രൂപയുടെ കടവും എനിക്കില്ല.
ഒരാളുടെ മുന്നിലും എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് ഞാൻ ഇന്ന് വരെ കയ്യിൽ നീട്ടിയിട്ടില്ല. എൻ്റെ 6 പെമ്മക്കളെയും കെട്ടിച്ചു വിട്ടു. 10 സെൻറ്റും ഒരു വീടും എനിക്ക് സുന്ദരമായിട്ടുണ്ട്. ഇനി എന്താ എനിക്ക് വേണ്ടേ? ആ മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി. ബറക്കത്തെന്ന് പറഞ്ഞാൽ അതാ. നിനക്ക് വീടിനകത്ത് 2 നില കെട്ടണം, വലിയ ബെൻസിലായിരിക്കും പോണത്, എല്ലാം ഉണ്ടാകും. പക്ഷേ വീടിനകത്തൊരു സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല. വീടിൻ്റെ ഓരത്ത് ബംഗാളി താമസിക്കുന്നുണ്ട്, അവൻ്റെ വീടിനകത്തുള്ള സന്തോഷം പോലും നിൻ്റെ വീട്ടിൽ കിട്ടൂല. അതാ ബറക്കത്ത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുച്ഛമായ പൈസയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. തുച്ഛമായ പൈസയാണെങ്കിലും അതിനകത്തൊരു ബറക്കത്തുണ്ടാകും. ഞാൻ അനുഭവിച്ചവനാണ്. അള്ളാഹു നിങ്ങൾക്കും അതുപോലെയുള്ള അനുഭവങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബറക്കത്ത് വേണമെന്നുള്ളവർ കൈവൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം. നിർത്താം. ഇന്ന് മടങ്ങി പോകുമ്പോൾ എന്തെങ്കിലും വേണ്ടേ? എല്ലാവരും ചോദിക്കുക, എടാ എന്ന് ഈ മരണവും കബറും നരകം, ഇതല്ലാതെ വേറൊന്നും ഇല്ലല്ലോ, പിരിക്കാൻ വേണ്ടിയല്ലേടാ വയല് വെക്കണം, മന്ദബുദ്ധി. പോയിട്ട് എന്ത് കിട്ടിയെന്ന് വെക്കുമ്പോൾ ആ ബുദ്ധിമാനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ? ഒറ്റ കാര്യം പറഞ്ഞു തരാം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യം ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞ് പിരിയാം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, വേടിച്ച് വെക്കണ്ട. വീട്ടിൽ ഉണ്ടോയെന്നെങ്കിലും നോക്കൂലേ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടോയെന്നെങ്കിലും നോക്കൂലേ? പറ മനുഷ്യന്മാരെ, അതിലും പിശുക്കത്തരാ നോക്കൂലേ? ഉറക്കെ പറ, ഉറക്കെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. നിങ്ങളൊക്കെ ഒന്ന് കയറിക്കേ. എന്നിട്ട് നിങ്ങൾ ഇത്രയും പേര്, ഈ 6 പേര് ഇഞ്ഞ് കയറിക്കേ. വയത് നടത്തുന്നു. എടാ, റോഡേ പോകുന്ന വണ്ടി ഡ്രൈവർക്ക് അറിയാൻ നേരെ പോകാൻ. അവൻ എന്തായാലും ഇടിച്ച് ഇങ്ങോട്ട് കയറി അത് യോഗമെന്ന് വിചാരിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് കയറി. എല്ലാ പുറത്തിരിക്കണ ചങ്ങായിമാരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി. നിങ്ങൾ ബൈക്കെടുത്തിട്ട് പൊക്കോ, സന്തോഷമേ ഉള്ളൂ. വെളിയിൽ നിൽക്കരുത്. അള്ളാഹു കണ്ണിൻ്റെ മുന്നിൽ സ്വർഗം കാണിച്ചെന്നിട്ട് കയറിയിരിക്കാൻ പറയുമ്പോൾ, റബ്ബേ ഞാൻ വെളിയിലേ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന പാണ്ടിലോറിക്ക് നീ വലിയ ആളാണെന്നറിയത്തില്ല, അതങ്ങ് കയറിപ്പോവും. ഒന്നി ഇങ്ങോട്ട് കയറ്, അല്ലെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് പോകും. ഇവിടെ നിന്ന് മാറിയാൽ മതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയാനുള്ളത് പറയും. എന്താ മനുഷ്യ, എന്താ ഉപ്പ, ഈ സ്വർഗത്തിൽ കയറിയിരിക്കാൻ മനസ്സില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നവൻ, അവനോട് അള്ളാഹു കരുണ കാണിക്കുമോ? പറ മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങളുടെ മോനാണെങ്കിലും ചെയ്യണ തെറ്റല്ലേ? അള്ളാഹു കണ്ണിൻ്റെ മുന്നിൽ സ്വർഗം കാണിച്ചിട്ട് പറയുന്നു, എടാ ഒരു 5 മിനിറ്റ് കയറി. ഞാൻ ഇരിക്കൂല റബ്ബേ, ഞാൻ വെളിയിലേ നിൽക്കൂ. അത് അഹങ്കാരവാ. അഹങ്കരിക്കരുത്. അള്ളാഹിനോട് അഹങ്കാരം കാണിച്ച ഒരു കടുക് മണിയുടെ അളവെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ അള്ളാഹു അവനോട് കരുണ കാണിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരോട് വേണമെങ്കിലും കളിച്ചോ, അള്ളാഹിനോട് കളിക്കരുത്. അള്ളാഹിനോട് കളിച്ചാൽ 8ന്റെ പണി കിട്ടും. കിട്ടിയതിന് ശേഷം കടന്ന് പള്ളിയുടെ മുന്നിൽ കൂടെ ആരോഗ്യമുള്ള കാലത്ത് പ്രായമുള്ള വാപ്പമാര് വേച്ച് പള്ളിയിൽ പോകുന്ന കണ്ടാലും കാറി തുപ്പി കളിയാക്കും. ഇവൻ കയറൂല. നട്ടല്ലൊടിഞ്ഞിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തി വീട്ടിൽ കിടക്കുക. അപ്പം ഇവൻ പറയും, അല്ലാഹുവേ ഉസ്താദേ, ഒന്ന് ശരിയായിരുന്നെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കായിരുന്നു. എടാ, നല്ല കാലത്ത് പോയില്ല, വന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മഴത്തുള്ളി ഇറങ്ങുന്നത് പോലെ ബർക്കത്ത് അവൻ്റെ വീട്ടിൽ ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അങ്ങനെയുള്ള വീടായി സ്വീകരിക്കുമാറാകട്ടെ. 1 പറഞ്ഞുതരട്ടെ. നിങ്ങൾക്ക് ഇരിക്കാൻ കസേരയില്ല 2 പേർക്കും. ഒന്ന് പോയി ഇട ചങ്ങായി, സ്വർഗത്തിൽ നിൽക്കല്ലേ. സ്വർഗത്തിൽ നിൽക്കരുത്. സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖിക്കേണ്ട സ്ഥലമാണ്. നീ എന്തിനും ഇവിടെ നിൽക്കേണ്ടത്? പോയിരി. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരുടെ ഭവനത്തിൽ അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക, 4 കാര്യം അവൻ്റെ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും എഴുന്നേറ്റ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം പൊക്കോണം. ഇനി ഈ സദസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും എഴുന്നേറ്റ് പോകണമെങ്കിൽ ദുആ കഴിഞ്ഞേ പോകാവൂ. അതിനു മുമ്പ് ആർക്കെങ്കിലും പോകണമെങ്കിൽ സന്തോഷമേ ഉള്ളൂ, പൊക്കോ, ഒരു വിഷയമില്ല. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് ബിസ്മില്ലാ. പോകേണ്ടവൻ ഇറങ്ങി പോകണം. അതുകൊണ്ടാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. നിങ്ങളാരും പോകുന്നില്ലല്ലോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരുന്ന് അടുത്തിരിക്കുന്ന ആളോടൊരു സലാം പറഞ്ഞ്. ഒരു കൂട്ടുകാരനല്ലേ, സ്വർഗത്തിൽ ഇരിക്കുന്ന അയൽവ, അടുത്ത് താത്താമാരൊക്കെ, അല്ലാഹ് നിങ്ങൾ അടുത്ത് സലാം പറയുന്ന അടുത്തിരിക്കുന്നവൻ നിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിലും പറ, സ്വർഗത്തിലല്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു,
ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനെ വളർത്തിയ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ആ സാധനം? ഒന്ന് കൈവക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ. അച്ഛനെ 5-6 പേരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാന്റെ റസൂൽ പറയുന്ന ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ TV ഉണ്ടോ? കൈവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് നാണാൻ വയ്യ, അതെണ്ടാ നിങ്ങളെല്ലാം വെക്കുമെന്നറിയാം. നല്ലത് വാങ്ങിച്ചു വയ്യുപ്പ. എന്തിനാ? അല്ലാഹ് നല്ലത് വാങ്ങിച്ചു വയ്യും, ആവശ്യമില്ലാത്തത് മേടിച്ചു വെക്കല്ലേ. നിനക്കറിയാലോ TV കാണുന്നത് നല്ലതല്ല. ഏതെങ്കിലും ഒരു കിതാബിലോ ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകത്തിലെങ്കിലും TV കാണാൻ അനുവദനീയാണെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മൾ പറയും ഉസ്താദെ വാർത്ത കാണാനല്ലേ എന്ന്. വാർത്തയുടെ ഇടയിൽ പരസ്യം വരുമ്പോൾ നീ കണ്ണും കെട്ടിയിരിക്കുക ഉണ്ടാ. എത്രയൊക്കെ പറഞ്ഞാലും ഉസ്താദന്മാരൊക്കെ തലകുത്തി നിന്ന് നിങ്ങൾ ഖുർആനോ ഹദീസോ നോക്കിയാലും അത് കാണൽ അനുവദനീയമാണെന്നുള്ള ഒരു ഹദീസ് പോലും കിട്ടൂല. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞത് ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നു അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വയലും നിങ്ങൾ ചിരിക്കും, ഇയാൾ എന്തേടാ ആടും കോഴിയൊക്കെ. ഇതൊക്കെ തന്നെ മക്കളെ വയല് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ട് ഈ ഇവിടെ കിടക്കണം, നിനക്കെന്ത് മനസ്സിലാവാനാ? എനിക്കെന്ത് മനസ്സിലാവുന്നില്ല. മടങ്ങി പോകുമ്പോൾ എന്തെങ്കിലും വേണം. ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. കോഴിയെ പിന്നെന്തായാലും വളർത്തുന്നുണ്ടെന്നറിയാം. ഉസ്താദെ പൂവൻകോഴിയാണോ പിടക്കോഴിയാണോ എന്ന് എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല. ഹദീസിൽ അങ്ങനെ പുന്ന കോഴിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കോഴിയെ വീട്ടിൽ വളർത്തണം, കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ചിലർക്ക് ഇപ്പോഴും കോഴിയുടെ സ്വഭാവമാണ് പ്രശ്നം. പ്രായമായി, മക്കളെയും കെട്ടിച്ച് മക്കളുടെ മക്കളും ആയി, എന്നാലും വാപ്പ ഇപ്പോഴും വേലി ചാടി നടക്കുന്നവരുണ്ട്. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. പഞ്ചായത്ത് പോലെ ഓടി നടക്കണ ചെറുപ്പക്കാരുണ്ട്, എത്ര കാമുകിമാരുണ്ട്. പടച്ചനെ വാട്സപ്പിലൊക്കെ നോക്കിയാൽ നിരത്തി ഇങ്ങനെ ഫോൾ കോളല്ലേ ഇത്രയൊക്കെ. ഞാൻ ചെറുപ്പക്കാരെ ഒന്നും പറയൂല, പറയേണ്ടത് മാതാപിതാക്കൾ. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു 3 കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് ചെറുപ്പക്കാരിരിപ്പുണ്ട്, വാപ്പമാരിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം 3 കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കല്ലോ. 1, നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ നിസ്കരിച്ചോ. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്തേക്കണം? അപ്പോൾ തന്നെ നിസ്കരിക്കണം. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അനുഭവം നിങ്ങൾ നോക്കിയാൽ മതി. സുബൈ കിടന്നുറങ്ങാം, വാപ്പ വിളിക്കും മോനെ പള്ളിയിപ്പാ, ഭാര്യ ഒരു 5 മിനിറ്റും കൂടെ 45 ഇക്കാമത്ത് പഠിച്ചനെ ഇനിയുണ്ട് സമയം, ഒരു 5 മിനിറ്റ് കണ്ണ് തുറക്കുമ്പോൾ പിന്നെ 7 മണിയായിട്ടുണ്ടാവും. കടയിലിരിക്കുക, ഒരാൾ വന്ന് സമയമുണ്ടല്ലോ, അസർ വരെ സമയമുണ്ട്, പിന്നെ നിസ്കരിക്കാം. നടക്കൂല ഉപ്പ. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം നിസ്കരിച്ചോണം, ഇല്ലെങ്കിൽ അത് മുടങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2, വീട്ടിലാരെങ്കിലും മരിച്ചാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് കവറടക്കണം. അവൻ വരട്ടെ ഇവൻ വരട്ടെ. ചില വീട്ടിലൊക്കെ ആണെങ്കിൽ പടച്ചനെ ഉസ്താദ് പോയി നിന്ന് ഫാത്തിഹ ഓതി യാസീൻ ഓതി കഫം നിൽക്കും, ഒരാളും കൂടെ അങ്ങനെ അങ്ങ് നിൽക്കും. മയ്യത്ത് കയറ്റി പള്ളി വെച്ച് നിസ്കരിക്കാൻ ഒന്നും എടുത്തുകൊണ്ടിരിക്കണല്ലോ, ആ വരുന്നു. ഒരുത്തിനും കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ട് കവറടക്കണം. കാരണം എന്തേ? വാപ്പ അവിടെ കിടന്ന് പറയുന്നത്, എടാ മോനെ എന്നെ ഒന്ന് സ്വർഗത്തിൽ വിടടാ, എന്തിനാടാ എന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണേ? നല്ല മനുഷ്യന്മാർ പറയണ എന്താടാ, എന്നോടൊരു കരുണയെങ്കിലും കാണിക്ക്, സ്വർഗത്തിൽ പോകുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞു വെച്ചേക്കുന്നില്ല, ഒന്ന് വിടടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കാണിക്കേണ്ടവരെ കാണിച്ച് പെട്ടെന്ന് കൊണ്ട് കബറടക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, ഈ സദസ്സിലിരിക്കണ മക്കളുള്ള എല്ലാ ഉപ്പയും ഉമ്മയും കേട്ടോ. അള്ളാഹിൻ്റെ റസൂല് പറയാ, നിന്റെ മക്കൾക്ക് പെണ്ണ് കെട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കല്ലേ, കെട്ടിച്ചു വിടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾക്ക് പ്രായപൂർത്തിയായി വാപ്പാനോട് ചോദിക്കും, മോൻ ഇങ്ങനെ റോഡിൻ്റെ ഓരത്തും അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം, അത്തീ ഉസ്താദ് വെച്ച് കാക്ക ഒന്ന് കെട്ടി. ഉസ്താദെ പക്വത എത്തിയില്ല ഉസ്താദ്, എൻ്റെ മോന് പക്വത എത്തിയില്ല. വല്ലവരുടെയും കിടപ്പറയുന്ന നാട്ടുകാർ പിടിച്ചിറക്കുമ്പോൾ പക്വത എത്തിയെന്ന് മനസ്സിലാവും വാപ്പായ്ക്ക്. പെമ്മക്കളൊക്കെ വളർന്നു, കെട്ടിക്കുന്നില്ല. അയ്യോ എമ്മക്കാർ ഒരു 5 വർഷം കഴിയട്ടെ, ഡിഗ്രി ഒന്ന് പൂർത്തിയാക്കട്ടെ എന്ന് അവസാനം വയറ്റിൽ വെച്ച് പൂർത്തിയായിക്കൊണ്ട് വരുമ്പോഴേ പഠിക്കത്തുള്ളൂ. കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ നല്ല കാലത്ത് കെട്ടിയില്ലേ ഉപ്പ, മക്കളുടെ വിഷയം വന്നപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ? അന്ന് 17, 18, 25 ഇല്ലായിരുന്നല്ല, നിങ്ങളൊക്കെ നല്ല ജീവിച്ചില്ലേ. 18 വയസ്സിൽ കെട്ടിക്കണമെന്ന് ഞാൻ പറയണില്ല, 10, 20 ആയാലെങ്കിലും ഒന്ന് കെട്ടിച്ച് വിട്ടുകൂടെ? മക്കൾ വഴിതെറ്റാ എന്തിനാ അവസരം ഉണ്ടായി കിടക്കണേ? ചെറുപ്പക്കാരൊക്കെ പറയും, ഉസ്താദെ എൻ്റെ വാപ്പാൻ്റെ ഇടയ്ക്ക് ഈ ഹദീസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? കാരണം എന്തേ?
മക്കൾക്ക് പറയാൻ പറ്റുമോ ഒന്ന് കെട്ടിച്ചു വിടാൻ? എന്നാൽ മനസ്സിലാക്കും, അതുമില്ല. അള്ളാൻ്റെ റസൂല് പറയുന്നു, മക്കൾക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കണ്ടു തുടങ്ങിയ അവരെ നീ കെട്ടിച്ചു വിടണേ എന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ പോയതാ. അപ്പം ഞാൻ പറഞ്ഞത്, വീട്ടിൽ കോഴിയെ വളർത്തിയ ബറക്കത്തിറങ്ങും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോഴിയെ കൊണ്ട് നിട്ടണ ഒരു നേട്ടം ഞാൻ പറയാം. ഈ കണ്ണേറെന്ന് പറയുന്നൊരു സാധനമുണ്ട്. പടച്ചനെ ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റിക്കളയും. നല്ല കച്ചവടമൊക്കെ ഉള്ള കടയൊക്കെ എത്ര പെട്ടെന്നാ പൂട്ടി പോണേ. വീടിൻ്റെ മുന്നിലൊക്കെ നല്ല വാഴയും തെങ്ങൊക്കെ നിൽക്കുക. ചില ആൾക്കാരിങ്ങനെ, എന്താ ഈ കൊല പടച്ചനെ, എന്താപ്പാ, നിപ്പിന് ഒടിഞ്ഞു വീണു ചില ആൾക്കാർ പറയും. ചിലത് കരിഞ്ഞു പോകും ആൾക്കാർ. അള്ളാഹു, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്നൊരു കാക്കുണ്ട്. അതിൻ്റെ വീട്ടിൽ നല്ലൊരു തെങ്ങ്, ബസ് സ്റ്റോപ്പിലാണ് വീട്. ഈ ചുമന്ന തെങ്ങ് നല്ല കാണാൻ രസമാണ്. പടച്ചനെ ആരോ ഒന്ന് പറഞ്ഞതാ, പിന്നെ ഒരിക്കൽ പോയപ്പോൾ കാണാനേ ഇല്ല, കരിഞ്ഞു പോയി. ചില ആൾക്കാരങ്ങനെ പറഞ്ഞ അറം പറ്റിക്കളയും. അത് അവരുടെ കണ്ണിൻ്റെ കുഴപ്പമോ നാവിൻ്റെ കുഴപ്പമൊന്നും അല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം. നീ വീട്ടിൽ കോഴിയെ വളർത്തിയ നിൻ്റെ അയൽവാസി എത്ര പ്രാവിയാലും എത്ര കണ്ണേറിട്ടാലും അത് ഭരിക്കൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, ഈ ഇരിക്കണ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുകല്ലുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി. ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ അറിയില്ല? എന്താപ്പാ, ഈ മിക്സിയുടെ ജോലി ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ. അല്ലാഹു, എന്ത് കല്ലായാലും എനിക്കറിയില്ലപ്പം. ഞാൻ പറഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും പറഞ്ഞ് വെറുതെ എന്തിനാ? എന്തായാലും മനസ്സിലായല്ലോ, മിക്സിയുടെ ജോലി ചെയ്യും. പണ്ട് പച്ചരിയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ അകത്തിട്ട് ഉമ്മമാരിങ്ങനെ അരച്ചിട്ട് നമുക്ക് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കി തരുന്നൊരു കാലുണ്ടായിരുന്നു. ഇന്നത് നമ്മുടെ വീട്ടിലില്ല. അതേത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി. കാരണം എന്തേ? ഇത്തിരി പണം കൂടി 2 നില വീടായി. അപ്പം നിനക്കതൊക്കെ മോശമായി തുടങ്ങി. വന്ന വഴി മറന്നു. പണ്ട് ഒരു കൂരയ്ക്കകത്ത് പട്ടിണി കിടന്നൊരു കാലുണ്ടായിരുന്നു വാപ്പ നിങ്ങൾക്കൊക്കെ. ഇന്നിത്തിരി ഗൾഫിൻ്റെ പണം കിട്ടിയപ്പോൾ മറ്റുള്ളതെല്ലാം നീ മറന്നുപോയി. ആരുടെ വീട്ടിൽ ആട്ടുകല്ലുണ്ടോ അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി. 4, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി ഉണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി. ഇന്ന് വീട്ടിൽ പോയി നോക്ക്. ഇന്ന് വീട്ടിൽ പോയിട്ട് അടുക്കളയിൽ കയറിയിട്ട് നോക്കുക. അപ്പം അങ്ങനെ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ രാജാക്കന്മാരാ. അങ്ങനെ ഒരു വസ്തു, ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി. നിങ്ങളുടെ പെണ്ണുപിള്ളമാർക്കൊക്കെ ഇപ്പോൾ വലിയ ഇതാ, അവർക്കൊന്നും പറ്റൂല. കരണ്ടിനകത്താണ് ഇപ്പം ചോറ് വെക്കണം. പെണ്ണുങ്ങളൊക്കെ കരണ്ടിനകത്തല്ലേ വെക്കണത്. പടച്ചനെ ചട്ടിക്കകത്ത് വെക്കാൻ പറ്റുമോ? എവിടെ ഇല്ലേ? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 4 സാധനം ആരുടെ വീട്ടിലുണ്ടോ അവൻ്റെ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. സമയം ഒരുപാടില്ല, എനിക്കും വയ്യ, നിങ്ങൾക്കും സമയമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇനി ആയുസ് തന്ന ഒരുമിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു ഈ സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പിരിക്കാൻ അറിയില്ല. ഈ മക്കൾ ഇങ്ങനെയൊക്കെ പരിപാടി വെച്ചിട്ട് അവർ കടക്കാരായി പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഒരു സദക്ക, ഒരു ചെറിയ സദക്ക ദുആ ചെയ്താൽ സ്വീകരിക്കാൻ വേണ്ടിയാണ്. സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതലൊന്നും വേണ്ട. നീ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിയത്ത് ചെയ്യുക. പടച്ചവനെ, മരിക്കുവോളം ഒരു മനുഷ്യൻ്റെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് തരരുത്. അത്രയേ ഉള്ളൂ. ഒരാളുടെ മുന്നിലും പള്ളിയിൽ ഇറങ്ങുമ്പോൾ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കണം. എത്ര പാവങ്ങളെ കാണുന്നു. മക്കളെ കെട്ടിക്കാൻ, ചികിത്സിക്കാൻ മരുന്ന് പോലും വാങ്ങില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. ഇപ്പം നീ വിചാരിക്കുന്ന നിനക്കിന്ന് സമ്പത്തുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയില്ലെന്ന്. വേണമെന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് ഇരുത്താലോ പടച്ചവനും. അതാക്കാനൊന്നുമില്ല. ഇപ്പം വേണമെങ്കിലും തലതിരാക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു ചെറിയ സദക്ക, കൂടുതലൊന്നുമില്ല. നാളെയുണ്ട്, മറ്റേനാളുണ്ട്, ഇനിയും വയലുണ്ട്. ഈ വയലിൻ്റെ സദസ്സിൽ വരുമ്പോൾ ഒരു ചെറിയ സദക്ക കൊടുക്കാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലൊന്നും വേണ്ട. ഒരു മന്തി ബിരിയാണിയുടെ പൈസ മതിയല്ല. കൂടുതൽ എത്രയെത്തി ഒരു ബിരിയാണിയുടെ കാശ്. ഇപ്പം കുഴിമന്തിക്കാണല്ലോ പവർ കൂടുതൽ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു ചെറിയ സദക്ക ചോദിക്കാം. ഇൻഷാ അല്ലാഹ് കൊടുത്തൂടെ? ഉസ്താദ് വലിയത് ചോദിക്കുമെന്ന് പേടിക്കണ്ടപ്പാ, അതല്ലേ പറഞ്ഞു.
ഞാൻ ഇത്രയൊന്നും പറയുന്നില്ല, എൻ്റെ കൈ തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ സദക്ക, ഒരു 313 രൂപ അൽഹംദുലില്ലാ ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുത്തൂടെ? നിയത്ത് ചെയ്യുന്നവരുന്ന കൈവക്കിക്ക് ഒരു കാണാനുള്ള ആഗ്രഹം ഉണ്ടാപ്പം. ഒരു 313 രൂപ. എത്ര പേരുള്ളൂ? ഇത്രയേ ഉള്ളൂ? പോരാ, 313 രൂപ. അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുക, ഖബറിനകത്തോ അല്ലെങ്കിൽ എന്തൊക്കെ. നാളെ സ്വലാത്ത് മജ്ലിസ് ഉണ്ട്, അൽഹംദുലില്ലാ അതിനൊക്കെ വേണ്ടിയുണ്ട്. കഴിവ് പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ കവർ തരുന്നുണ്ട്. ഒരു 313 രൂപ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നിർബന്ധിക്കാത്ത എന്തെന്നറിയോ? ഒരു മനുഷ്യൻ 1 രൂപ സദക്ക ചെയ്യാൻ തീരുമാനിച്ച 70 ശൈത്താന്മാർ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ. ബക്കറ്റ് മുന്നിൽ വരുമ്പോഴേ നിന്റെ പോക്കറ്റിനകത്ത് നിന്ന് 1 രൂപ എടുത്തിടണ്ട, ഇടണമെന്നുള്ള ആഗ്രഹം തോന്നിയാൽ തന്നെ 70 എണ്ണം കയ്യിൽ പിടിച്ചിട്ട് പറയും വാപ്പച്ചി കൊടുക്കല്ലേ, കുറഞ്ഞു പോപ്പാന്ന്. ആ 70 എണ്ണത്തിനെ കൊന്നാലേ നിനക്ക് 1 രൂപ സദക്ക ചെയ്യാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പം നിനക്ക് 313 രൂപ കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ സദസ്സിലെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്കത് കഴിയുന്നില്ലെങ്കിൽ നിനക്കതിനുള്ള യോഗമില്ല, അത്ര മനസ്സിലാക്കിയാൽ മതി. നിനക്ക് കൊടുക്കാൻ കഴിവില്ല എന്നിട്ടല്ല, ഉണ്ട്. കഴിയുന്നില്ലെങ്കിൽ അള്ളാഹിൻ്റെ മുന്നിൽ നീ വട്ടപൂജ്യ. അതുകൊണ്ടാണ് നിനക്ക് കഴിയാത്തത്. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? എല്ലാവരും പിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അടുത്തോട്ട് നിൽക്കും. നമ്മൾ തമ്മിൽ എന്തിനാ ഒരു അകൽച്ച? എന്നിട്ട് കയറി നിന്നോളി. അടുത്തിന്നോ? ഞാൻ മുസാഫത്ത് ചെയ്യുന്നില്ല ഇപ്പം, അതിനുള്ള യോഗമൊന്നുമില്ല. എല്ലാവരും അടുത്തേക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് എല്ലാവരും അടുത്ത് വരും ഇൻഷാ അല്ലാഹ്. വെളിയിൽ നിൽക്കണ മക്കളൊക്കെ കയറട പൊന്നനിയന്മാരെ, ആ കാറ് ചാരിക്കണ ചങ്ങായിമാരൊക്കെ ഇങ്ങനെ അകത്ത് കയറാൻ പറ. പക്ഷേ ആ മക്കളൊക്കെ ഒന്ന് കയറ്. ആ വെളിയിൽ നിൽക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് സ്വർഗത്തിൽ കയറി നിൽക്കുക. ഇനിയെങ്കിലും കയറി. ഇനി കയറിയില്ലെങ്കിൽ എന്ത് കയറാൻ നിൽക്കുക ഇൻഷാ. എല്ലാവരും അടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് കയറി നിന്നപ്പോൾ ആ പുറകിന് വരണവരൊക്കെ ഒന്ന് കയറിക്കിട്ടെ. ഇങ്ങോട്ട് നിങ്ങൾ പ്രായമുള്ളവർ ഇരുന്നട്ടാ. അപ്പോൾ നിങ്ങൾ പ്രായമുള്ളവരൊക്കെ ഇരുന്നു നിന്ന. അള്ളാഹു പരലോകത്ത് നിന്ന് ദുരിതം അനുഭവിക്കുന്നവരെ തൊട്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താലോ? ചെയ്യാം. ഇന്ന് ദുആ ചെയ്താൽ പടച്ചൻ സ്വീകരിക്കുമോ? ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുമോ ഇല്ലേ? അള്ളാഹു അല ഇവിടെയും പറ്റൂലപ്പാ. ഇന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് 100-ൽ 101% ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കൈവക്കുക. അള്ളാഹ് പടച്ചവനെ ഇതിനകത്ത് നക്കിയള. നിങ്ങളിനി എന്നത്തെ ദുആ സ്വീകരിക്കുമെന്ന് നിൽക്ക. ഈ സദസ്സിൽ ഇരുന്നിട്ട് പോലും മനസ്സില്ലാത്ത പടച്ചവനെ, നീ കാഴ്വേ പോയിട്ടൊരു കാര്യമില്ല. ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് ദുആ ചെയ്താലും റബ്ബ് സ്വീകരിക്കൂല. കാരണം എന്താ? ഈ കുണമല്ലേ. ദുആ ചെയ്യുന്നവനെങ്കിലും അറിയണം, ഞാൻ ചോദിച്ച അള്ളാഹ് തരുമെന്നുള്ള ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്താ ദുആ? അള്ളാഹു ആയാലും അള്ളാഹു നന്നാക്കുമാറാകട്ടെ. പടച്ചനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കിലോമീറ്ററുകൾ ഓടി ഈ പ്രായമുള്ളവരൊക്കെ ഈ സദസ്സിൽ വന്നത് ഇന്നത്തെ ദുആയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോഴും ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ പോലും പറഞ്ഞു ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. ഇവരെല്ലാവരും ഈ സദസ്സിലെ ദുആ പ്രതീക്ഷ നിൽക്കുമ്പോൾ വിശ്വാസം ഇല്ലാത്തവർ ഇവിടെ ഇന്ന് ആമീൻ പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ? വിശ്വാസം ഇല്ലാത്തവൻ ഈ സദസ്സിൽ നിന്ന് ആമീൻ പറഞ്ഞാൽ സ്വീകരിക്കുമോ? പാറ നിങ്ങൾക്ക് എന്താ പേടി? ഇല്ല. അപ്പം പിന്നെ ഇവരെന്താ ചെയ്യുക? നന്നാക്കണ്ടേ? അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഞാനൊരു നേരം നന്നാവണമെങ്കിൽ നന്നായിക്കും. ഒരു കഥ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, നരകത്തിൽ കടന്ന 2 ആൾക്കാർ എങ്ങനെ രക്ഷപ്പെട്ടു? മതിരി ചാടി, ജയിലി ചാടണ പോലെ ചാടി. രണ്ടും ചാടി വെളിയിൽ വന്ന് നോക്കിയപ്പോൾ സ്വർഗം കണ്ടു. ഒറ്റ ഓട്ടം സ്വർഗത്തിലേക്ക്. ഓടുന്ന വഴിയിൽ മലക്കുകൾ പിടിച്ച് അള്ളാഹിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പടച്ചവനെ ജയിലി ചാടി വന്നതാ. നരകത്തിൽ നിന്ന് ഓടുന്ന വഴി പിടിച്ചോണ്ട് വന്നേ. അള്ളാഹു 2 പേരെയും നോക്കിയിട്ട് പറഞ്ഞു, എടാ വന്ന വഴിയെ തിരിച്ച് അങ്ങോട്ട് തന്നെ പൊക്കോളാൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? മിണ്ടാതെ അങ്ങ് പോയി. പോടാന്ന് പറഞ്ഞു, അവനങ്ങ് പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒരാൾ അള്ളാഹിൻ്റെ മുന്നിൽ നിന്നിട്ട് കരയാൻ തുടങ്ങി. പടച്ചൻ്റെ മുന്നിൽ നിന്ന് കരയുക. അള്ളാഹിനെ എങ്ങനെ നോക്കി പേടിപ്പിക്കുക. കരയുന്നുണ്ട്, പടച്ചനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, നിൻ്റെ കൂടെ വന്നവൻ പോയി പോടാ, ഞാൻ പോകില്ല പടച്ചനെ. ഇവൻ്റെ ഈ നോട്ടം കണ്ടിട്ട് അള്ളാഹു ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കണേ? ഇതെന്താ നോട്ടം? വല്ലാത്ത നോട്ടം. ഈ മനുഷ്യൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചനെ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നു. ഇങ്ങനെ അല്ലായിരുന്നല്ല നീ.
നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല ഞാൻ കരുതിയേ. അള്ളാഹു ഇവനോട് ചോദിച്ചു, പിന്നെ നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയേ? ഈ മനുഷ്യൻ പറഞ്ഞു, പടച്ചോനെ, ഈ നരകത്തിൽ നിന്ന് ഞാൻ കയറി വരാനുള്ള കാരണം എന്തെന്നറിയോ? ഈ നരകത്തിൽ നിന്ന്, ഈ തീക്കകത്ത് നിന്ന് ഞാൻ കയറി വരാനുള്ള കാരണം പടച്ചോനെ, എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊന്നറിയാം. നിന്റെ അടിമ എത്ര വലിയ ദ്രോഹിയാണെങ്കിലും, എത്ര വലിയ പാവം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് മാത്രം നിനക്കിഷ്ടമല്ല. നിന്റെ അടിമ കരയുന്നത് നിനക്കിഷ്ടമല്ലെന്ന് എനിക്കറിയാം. അല്ലാഹ്, ഈ തീക്കകത്ത് നിന്ന് പടച്ചോനെ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിന്ന് കരയുമ്പോൾ എൻ്റെ കരച്ചിൽ കണ്ടിട്ട് കയറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ടാ അല്ലാഹ് ഞാൻ കയറി വന്നേ. പടച്ചനെ, എന്നെ നീ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുകയാണ്. അള്ളാൻ്റെ റസൂല് പറയാ, പടച്ചവനിൽ പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അവൻ അറിയായിരുന്നു ഞാൻ അള്ളാൻ്റെ മുന്നിൽ പോയി കരഞ്ഞ റബ്ബ് സ്വർഗം തരുമെന്ന്. പക്ഷേ ഈ സ്വർഗത്തിൽ നിന്നിട്ടുപ്പ നിനക്ക് അവൻ്റെ അത്ര പോലും ഈമാൻ തോന്നിയില്ലല്ലോ. അവനറിയായിരുന്നു ഞാൻ കരഞ്ഞ റബ്ബെനിക്ക് സ്വർഗം തരുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് അതില്ലാതെ. ഞാൻ ചോദിക്കട്ടെ, നീ ചോദിച്ച എന്താ അള്ള തരാഞ്ഞേ? നിങ്ങൾ ചോദിച്ച ഒരു കാര്യം പറ. ഞാൻ ചോദിച്ചിട്ട് അള്ള എനിക്ക് തന്നില്ല എന്ന് പറ. എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ലല്ലോ. ചോദിച്ചതിനേക്കാളും അള്ള വാരിക്കോരി തന്നില്ലേ? എന്നിട്ട് എന്തിനാ നന്ദിയേട് കാണിക്കണം? നീ ചോദിച്ചതിൻ്റെ 10 ഇരട്ടി റബ്ബ് വാരിക്കോരി തന്നു. എന്നിട്ടും അള്ളാഹിനെക്കുറിച്ചൊരു നല്ല ഭാവനയില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറ, സ്വീകരിക്കൂലേ? ഒന്ന് കൈവക്കിക്കേ, കാണാനുള്ള ആഗ്രഹം കണ്ട. അള്ളാഹു ആരാ? ഞാനേ ഉള്ളൂ. അള്ളാഹു മരിക്കുള്ള ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. മനുഷ്യന്മാരെ ദുആ ചെയ്ത് ആര് ചെയ്താലും സ്വീകരിക്കും. തങ്ങന്മാർ മാത്രം ചെയ്താലേ ദുആ സ്വീകരിക്കുമെങ്കിൽ പിന്നെ നമ്മളൊക്കെ ആരോടാ പറയാ? വലിയ വലിയ ഖതീബ് ഉസ്താദൊക്കെ ദുആ ചെയ്താലും സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുആ ചെയ്ത് ആരെ കേൾക്കണേ? ഒന്നും ഇല്ല. ഇപ്പം ആര് ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. പിന്നെ മഹാന്മാർ ചെയ്താൽ അതിന് ഇത്തിരി മഹത്വം കൂടുതലാണ്. ആര് ചെയ്താലും അള്ള സ്വീകരിക്കും. പക്ഷേ നീ ചോദിച്ച അള്ള തരുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടാവും. നിങ്ങൾ ചോദിച്ചതെല്ലാം അള്ള തന്നു. ഇനി പിന്നെ റബ്ബിന് തന്നാൽ എന്താ? അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്. എന്നെക്കാളും അറിവുള്ള ഉസ്താദ്മാരും പ്രായമുള്ളവർ കൂടുതലുണ്ട്. പയ്യന, നാവിന് ലൈസൻസ് ഒന്നുമില്ല, ഇൽമു കുറവാ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റി വെക്കല്ലേ, പൊരുത്തപ്പെടുക. അള്ളാഹു താഴ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്കല്ലേ അറിയും, എനിക്കറിയില്ലല്ലോ. അവനവൻ്റെ മനസ്സിലുള്ളത്. എന്നാലും ഇതുപോലെ നല്ല സദസ്സ് കിട്ടൂല. എല്ലാവർക്കും അറിയാം ഇന്ന് എന്ത് ചോദിച്ചാലും തരുമെന്ന്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ കരുതുക. ദുആ ചെയ്യണം, ഞാൻ പാവിയ, പക്ഷേ നിങ്ങൾ നല്ലവരാപ്പ. ആരുടെയെങ്കിലും ഒരാമീൻ അള്ളാഹ് സ്വീകരിച്ചാലോ? സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മ റഹീമായ പടച്ചവനെ, ദയാലുവായ അള്ളാഹുവെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ സദസ്സിൽ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഇല്ല പടച്ചവനെ. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെട്ടവർ നിൻ്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല പടച്ചവനെ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ പടച്ചവനെ. അള്ളാഹുവെ, നന്നാവാൻ ഒരവസരം കൂടെ നീ ഞങ്ങൾക്ക് താ അല്ലാ, ഒരവസരം കൂടെ നീ ഞങ്ങൾക്ക് താ പടച്ചവനെ. അള്ളാഹു, എല്ലാവരും നന്നായി, ഞങ്ങൾ മാത്രം നന്നായില്ലല്ലോ പടച്ചവനെ. ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ ഉമ്മ ഇന്ന് ഈ സമയത്ത് പ്രസവിച്ച മക്കളെ പോലെ ഞങ്ങളെ യാത്രയാക്കണേ റബ്ബേ. ഈ പോകുന്ന വഴിയിലങ്ങ് മരിച്ച സ്വർഗം തരണേ അല്ലാ, ഈ പോകുന്ന വഴിയിലങ്ങ് മരിച്ച സ്വർഗം തരണേ അല്ലാ പടച്ചോനെ. റബ്ബേ, ഈ സദസ്സിൽ നിൽക്കുന്ന പലരും രോഗികൾ, ആശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരു മാരക രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അള്ളാഹുവെ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതികേട് തരല്ലേ അല്ലാ. ഞങ്ങളാരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ ഞങ്ങളൊന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ തരല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ഒരു ദിവസം പോലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോകാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹുവെ, പോകുന്ന സമയത്ത് എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ പടച്ചവനെ. ഒരു നല്ല മരണം തരണേ പടച്ചവനെ. ഞങ്ങൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ 40 പേര് നല്ലത് പറയുന്ന മരണം തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ ഖബറിനകത്ത മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ.
ആ പാവങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. വെള്ളിയാഴ്ച ഞങ്ങൾ ചെയ്തു കൊണ്ടുപോയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും കവറിനകത്ത് കിടന്ന് കരയല്ലേ വിളച്ചവര്. ആ പാവങ്ങൾ മരിച്ചതിന് ശേഷം പോലും സമാധാനം കൊടുക്കാത്ത മക്കളാക്കല്ലേ അല്ലാ.